ഞാൻ ഡൽഹിയിലുള്ളപ്പോൾ എൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുത്തിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ ഞാൻ പറയാത്തൊരു ഭാഗം അവരുടെ ഭാഗത്ത് നിന്ന് കൊടുക്കുന്നതായിരുന്നു. നമ്മുടെ സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു ജില്ലയെ, ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ പ്രത്യേകമായി കുറ്റപ്പെടുത്തുന്ന ഒരു സമീപനം എൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല. മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയ ഈ PR ഏജൻസി എഴുതി കൊടുത്തിരിക്കുക ഈ വിവാദമായ വാചകങ്ങൾ, കാരണം BJP പറയുന്ന വാചകങ്ങൾ. പക്ഷേ മുഖ്യമന്ത്രി എന്താ ബുദ്ധിപൂർവ്വമാണ് ചെയ്തത്? ഇൻ്റർവ്യൂവിൽ ഇതൊന്നും പറയാതെ ഏറ്റവും വിവാദമായ ഭാഗങ്ങൾ ആരെ കൊണ്ട് കൊടുപ്പിച്ചു? PR ഏജൻസിയെ കൊണ്ട് എഴുതി കൊടുപ്പിച്ചു. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? വിവാദമായപ്പോഴാണ് ഇപ്പോൾ അപകടം മനസ്സിലായപ്പോൾ അപ്പോൾ അതിൽ നിന്ന് ഊരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നത്. ഇപ്പോൾ വീടിനടുത്ത് കിടന്ന് ഉരുളുകയാണ്. മുഖ്യമന്ത്രി തള്ളി പറഞ്ഞിട്ടില്ല ഏജൻസിയെ. നമസ്കാരം. ദ ഹിന്ദു ദിനപത്രത്തിൽ ഇന്നലെ അച്ചടിച്ചു വന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഭിമുഖത്തിലെ വിവാദ പരാമർശം മുഖ്യമന്ത്രി പറഞ്ഞതല്ല എന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജ് പത്രത്തിന് കത്തെഴുതുന്നു. മുഖ്യമന്ത്രിയുടെ അഭിമുഖം തരപ്പെടുത്താമെന്ന് പറഞ്ഞ് തങ്ങളെ സമീപിച്ച PR ഏജൻസി എഴുതി തന്ന കാര്യങ്ങളാണ് അഭിമുഖത്തിൽ ഉൾപ്പെടുത്തിയത് എന്ന് ദ ഹിന്ദു ദിനപത്രം വിശദീകരിക്കുകയും മാപ്പപേക്ഷിക്കുകയും ചെയ്തു. ആരാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി അഭിമുഖം സംഘടിപ്പിച്ചു കൊടുക്കുന്ന ആ PR ഏജൻസി? പറയാത്ത കാര്യം അച്ചടിച്ചു വന്നിട്ടും തിരുത്താൻ ഒരു ദിവസം വൈകിയതെന്തുകൊണ്ടാണ്? മുഖ്യമന്ത്രിയുടെ പേരിൽ വ്യാജ പ്രസ്താവന നടത്തിയവർക്കെതിരെ സർക്കാർ കേസെടുക്കുമോ? സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മളൊപ്പം അതിഥികളായി ഇന്ന് CPM വക്താവ് അഡ്വക്കേറ്റ് K അനിൽകുമാർ, കോൺഗ്രസ് വക്താവ് ഡോക്ടർ ജിൻഡോ ജോൺ എന്നിവർ. ആദ്യം അനിൽകുമാർ, മുഖ്യമന്ത്രിയുടെ ഈ അഭിമുഖം അച്ചടിച്ചു വന്ന ഇന്നലെ ഹിന്ദു ദിനപത്രത്തിലും മലയാളത്തിലെ മറ്റു മാധ്യമങ്ങളെല്ലാം അത് വാർത്ത ചെയ്തിരുന്നു. അത്ര വിവാദമായൊരു സംഭവമാണ്. ഇന്നലെ സ്പെഷ്യൽ എഡിഷനിൽ ഈ സംഭവം തന്നെ ചർച്ച ചെയ്യാമെന്ന KS അരുൺകുമാർ, CPM വക്താവ്, അദ്ദേഹം ആ പ്രസ്താവനയെ പിന്തുണച്ചു എന്ന് മാത്രമല്ല അതിന് തെളിവ് മുഖ്യമന്ത്രി ഹാജരാക്കും എന്നുകൂടി പറഞ്ഞു. അത് കഴിഞ്ഞ് ഇന്ന് ഉച്ചയോടുകൂടിയാണ് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജ് ഇതങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു കത്തയക്കുന്നത്. അതിനുശേഷം ദ ഹിന്ദു ദിനപത്രം അത് വിശദീകരിക്കുന്നു. ഞങ്ങൾ മുഖ്യമന്ത്രി പറയാത്ത കാര്യം ആണത്, ഒരു PR ഏജൻസി ഞങ്ങൾക്ക് എഴുതി തന്നതാണ്, അത് ഒരു മോശം ജേർണലിസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ഇവിടെ രണ്ട് ക്വസ്റ്റ്യനാണ്. എന്തുകൊണ്ടാണ് ആ അഭിമുഖം വന്നപ്പോൾ അത് തിരുത്താൻ മുഖ്യമന്ത്രിയോ സർക്കാരോ വൈകിയത്? രണ്ടാമത്തെ കാര്യം, ആരാണ് ഈ PR ഏജൻസി? ഒന്ന്, ഈ അഭിമുഖം നൽകിയത് 29 രാവിലെയാണ്. 28 തീയതിയാണ് സീതാറാം യെച്ചൂരി അനുസ്മരണത്തിൽ ഹിന്ദുവിന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഉടമ തന്നെയായിട്ടുള്ള ശ്രീ N റാം, മുഖ്യമന്ത്രി കൂടി പങ്കെടുക്കുന്ന സീതാറാം യെച്ചൂരി അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. N റാം ഇടതുപക്ഷ രാഷ്ട്രീയവുമായി എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഹിന്ദു ദിനപത്രത്തോട് ഒരു അഭിമുഖം നടത്താൻ PR ഏജൻസിയുടെ ആവശ്യമുണ്ട് എന്ന് സാമാന്യബോധമുള്ള ആരും വിചാരിക്കില്ല. ഹിന്ദുവിൻ്റെ ഒരു അഭിമുഖം വേണമെന്ന് പറഞ്ഞു, സ്വാഭാവികമായിട്ടും അവരുടെ ആളുകൾ അവിടെ വരികയുണ്ടായി. മുഖ്യമന്ത്രി സംസാരിച്ചത് ഹിന്ദു ദിനപത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ലേഖകരോടാണ്. അത് റെക്കോർഡ് ചെയ്യുകയുണ്ടായി. ആ റെക്കോർഡുകൾ അവരുടെ പക്കലുണ്ട്. മുഖ്യമന്ത്രി ഇപ്പോൾ വിവാദമായിട്ടുള്ള ഒരു ചോദ്യത്തെ നേരിടുകയോ അതിന് മറുപടി പറയുകയോ ഏതെങ്കിലും സ്വർണത്തിൻ്റെ അളവ് ആ ഡൽഹിയിലെ അഭിമുഖത്തിൽ പറയുകയോ ചെയ്തിട്ടുള്ളതായി ആ വീഡിയോ കൊണ്ട് കാണാനാവില്ല. അതിനർത്ഥം എന്താണ്? മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയെ സംബന്ധിച്ചും പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചും അതിൽ ദേശദ്രോഹത്തിൻ്റെ ഒരു തലമുണ്ട് എന്ന് മറ്റുള്ളവർക്ക് വ്യാഖ്യാനിക്കാൻ ഇടവരും തരത്തിലുമുള്ള തെറ്റായ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഇൻ്റർവ്യൂവും കൊടുത്തിട്ടില്ല എന്നാണ് ഇന്നത്തെ നിലയിൽ നമ്മുടെ പൊതുമണ്ഡലത്തിലുള്ള ഒരു യാഥാർത്ഥ്യം. രണ്ടാമത്തത്, ഈ വാർത്ത ഇങ്ങനെ കൊടുക്കാനിടയായതിൽ അല്ലെങ്കിൽ ഈ ഇൻ്റർവ്യൂ ഇങ്ങനെ കൊടുക്കാനിടയായതിൽ ഖേദം പ്രകടിപ്പിക്കുകയും അത് മാധ്യമ ധാർമ്മികയ്ക്ക് നിരക്കാത്തൊരു അംശം അതിലുണ്ട് എന്ന് ഹിന്ദു ഏറ്റുപറയുകയും ചെയ്തു. മാപ്പപേക്ഷിച്ചിരിക്കുകയാണ്. അത് സാധാരണഗതിയിൽ മാധ്യമപ്രവർത്തകർ സ്വീകരിക്കുന്നൊരു നിലയല്ല. അതിൽ ഹിന്ദു ദിനപത്രം എടുത്ത നിലപാട് അക്കാര്യത്തിൽ നല്ല കാര്യമാണ് എന്ന് പറയേണ്ടതുണ്ട്. മൂന്നാമത്, തങ്ങൾക്ക് പറ്റിയ തെറ്റിനെക്കുറിച്ചാണ് അവർ പറയുന്നത്. ആ തെറ്റെന്ന് പറയുന്നത്, മുഖ്യമന്ത്രി മുമ്പ് ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ
ചോദ്യവും ഉത്തരവുമായി ആ ഏജൻസി എഴുതി നൽകി എന്നുള്ളതാണ് ഹിന്ദു ദിനപത്രത്തിൻ്റെ വിശദീകരണം. പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉയർന്നു വരുന്നത്, ആരെങ്കിലും ഒരാൾ അങ്ങനെ ഒരു കുറിപ്പ് എഴുതി നൽകിയാൽ അത് മുഖ്യമന്ത്രി പറഞ്ഞതല്ല എങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസറോടോ മുഖ്യമന്ത്രിയോടോ ചോദിച്ച് വ്യക്തത വരുത്തി അച്ചടിക്കുകയായിരുന്നില്ലേ ഹിന്ദു ദിനപത്രം ചെയ്യേണ്ടിയിരുന്നത്? അതിലൊരു ക്ലാരിറ്റി വരുത്തണം. കേരള സർക്കാർ ഒരു നിമിഷം അതല്ല, അതിലൊരു ക്ലാരിറ്റി വേണം. അതായത് ഈ അഭിമുഖം തരപ്പെടുത്താൻ വേണ്ടി ഈ ഹിന്ദു ദിനപത്രത്തെ സമീപിച്ചത് ഒരു PR ഏജൻസിയാണ്, കൈസൺ എന്ന് പറയുന്ന PR ഏജൻസിയാണ്. അവർ തന്നെയാണ് ഇത് എഴുതി നൽകിയത്. ഈ അഭിമുഖം നടക്കുമ്പോൾ അവരിലെ 2 പേർ മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു, ഇത്രയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം ഈ PR ഏജൻസി മുഖ്യമന്ത്രി നിയോഗിച്ചതല്ല എന്നാണ് അങ്ങ് പറയുന്നത്. എങ്കിൽ ആ PR ഏജൻസി എങ്ങനെയാണ്, അതിൽ 2 പേരെങ്ങനെയാണ് മുഖ്യമന്ത്രിയോടൊപ്പം വന്നത്? അവർക്ക് എങ്ങനെയാണ് ഈ ഗൂഢാലോചന നടത്തി തെറ്റായ ഒരു വിവരം ഹിന്ദു ദിനപത്രത്തിന് കൈമാറാൻ കഴിഞ്ഞത്? ഇത് മുഖ്യമന്ത്രിയെ ടാർണിഷ് ചെയ്യുക, കേരളത്തെ സവിശേഷമായി ടാർണിഷ് ചെയ്യുക, മലപ്പുറം ജില്ലയെ ടാർണിഷ് ചെയ്യുക എന്നൊരു വലിയ ലാർജർ കോൺസ്പിരസി ഉണ്ട്. കേസെടുക്കുമോ പിണറായി സർക്കാർ? അതിനാണ് കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തത വരേണ്ടതുണ്ട്. ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു ഇൻ്റർവ്യൂ മുഖ്യമന്ത്രിയിൽ നേരിട്ടെടുക്കുന്നു. അതിലില്ലാത്ത കാര്യം ചേർക്കുന്നതിന് വേണ്ടി ഒരാൾ ആവശ്യപ്പെടുന്നു, ആരുമായിക്കോട്ടെ. അത് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട PR ഏജൻസിയാന്നുള്ള അവരുടെ ധാരണ സത്യമല്ല എന്നാണ് എൻ്റെ അറിവ്. ഒരു ഏജൻസിയെയും അങ്ങേക്ക് അത് ഉറപ്പുണ്ടോ? മുഖ്യമന്ത്രിക്ക് കൈസൻ എന്ന് പറയുന്ന ഒരു PR ഏജൻസി ഇല്ല എന്ന് അങ്ങേക്ക് ഉറപ്പുണ്ടോ? എൻ്റെ അറിവ്, ഞാൻ ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കിയത് അത്തരമൊരു ഏജൻസിയെ സർക്കാരോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ ഏർപ്പെടുത്തിയിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് വിശദീകരിക്കുന്നില്ല. ഹിന്ദു ദിനപത്രം ഈ മാപ്പ് അപേക്ഷിച്ചു, ഖേദപ്രകടനം നടത്തി. ഈ PR ഏജൻസിയാണ് തങ്ങൾക്ക് ഈ വിവരം നൽകിയത്, ചെയ്യാൻ പറഞ്ഞത്. അവരുടെ 2 ആളുകൾ മുഖ്യമന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന ഗുരുതരമായ ഒരു ആരോപണമാണ് ഉന്നയിച്ചിട്ടുള്ളത്. മറിച്ചൊരു ആരോപണം വരികയാണ്, അങ്ങനെ ഒരു PR ഏജൻസി ഇല്ലെങ്കിൽ അതിൽ വ്യക്തത വരുത്തണ്ടേ സർക്കാരും മുഖ്യമന്ത്രിയുടെ ഓഫീസും? അതെ, അതിൽ വ്യക്തത വരേണ്ടത് ഇങ്ങനെയാണ്. ഒന്ന്, ആരെങ്കിലും ഒരാൾ മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ എഴുതി തന്നാൽ അച്ചടിക്കാൻ ആ മാധ്യമപ്രവർത്തകർ എന്തുകൊണ്ട് തയ്യാറായി? അതിന്റെ കാരണം അവരതിൽ പറയുന്നുണ്ട് ശ്രീ അനിൽകുമാർ. ആരെങ്കിലും ഒരാളല്ല എഴുതി തന്നത്, തങ്ങളോട് അഭിമുഖം നടത്താൻ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തത് ഈ PR ഏജൻസിയാണ്. മുഖ്യമന്ത്രിയുടെ PR ഏജൻസി എന്ന് പറഞ്ഞാണ് അവർ പരിചയപ്പെടുത്തിയത്. ഇന്റർവ്യൂ ചെയ്യാൻ ചെല്ലുമ്പോൾ അവിടെ 2 പേരുണ്ടായിരുന്നു ആ ഏജൻസിയുടെ എന്നവർ പറയുന്നു. ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇതുവരെ ഈ നിമിഷം വരെ, അതിനുശേഷം അവർ ആ വിശദീകരണം നടത്തിയതിനു ശേഷമാണ് മുഖ്യമന്ത്രി കോഴിക്കോട് പ്രസംഗിച്ചത്. അദ്ദേഹം ഈ PR ഏജൻസിയെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് നിഷേധിക്കാവുന്നതാണ്. അദ്ദേഹം നിഷേധിച്ചിട്ടില്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിഷേധിച്ചിട്ടില്ല. അങ്ങേക്ക് പോലും ഉറപ്പില്ല ഇങ്ങനെ PR ഏജൻസി ഉണ്ടോ എന്നുള്ള. എൻ്റെ അറിവിൽ അങ്ങോട്ട് PR ഏജൻസി മുഖ്യമന്ത്രിയുടെ ഓഫീസോ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടവരോ ഏർപ്പെടുത്തിയിട്ടില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രിയുടെ കോഴിക്കോട് പ്രസംഗം ഞാൻ കേട്ടു. ഹിന്ദുവിൻ്റെ വിശദീകരണം പൂർണ്ണമായി അദ്ദേഹത്തിന് കേൾക്കാനായില്ല. അതിന് കാരണം അദ്ദേഹം മറ്റ് സമ്മേളന തിരക്കിലായിരുന്നു. അത് കഴിയുമ്പോൾ മനസ്സിലാക്കിയിട്ട് അതിൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമല്ലോ. ഇവിടെ ഒരു കാര്യം വ്യക്തത ഉണ്ടാക്കേണ്ടതുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഒരു കാര്യം പറയണമെങ്കിൽ അത് സ്ട്രെയിറ്റായി പറയാൻ ആർജവമുള്ള മുഖ്യമന്ത്രിയാണ്. അത് ഇന്ദ്രൻ ചന്ദ്രൻ വന്നാലും തല കുനിക്കാതെ പറയാൻ തൻ്റെ ഇടമുള്ള ഒരു മുഖ്യമന്ത്രിയാണ്. അത് ആരോടും പറയാൻ തൻ്റെ ഇടമുള്ള ഒരു മുഖ്യമന്ത്രിയാണ്. നമുക്കൊക്കെ അറിയാവുന്ന മുഖ്യമന്ത്രി അങ്ങനെ തന്നെയാണ്. നമുക്കൊക്കെ അറിയാവുന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തോട് 2020 മെയ് മാസത്തിൽ, ഒരു നിമിഷം, 2020 മെയ് മാസത്തിൽ കോവിഡിന്റെ സമയത്ത് മാധ്യമങ്ങൾ ഇതേ കാര്യം അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. 2020 മെയ് മാസത്തിലാണത്, 19-ാം തീയതി മറ്റാണെന്ന് തോന്നുന്നു. മുഖ്യമന്ത്രിക്ക് ഒരു PR ഏജൻസി ഉണ്ടെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി ഉണ്ട്, നിങ്ങൾ എത്ര നാളായി ഈ കയ്യിലും കുത്തി നടക്കുന്നു, ഞാനും എത്ര നാളായി ഇങ്ങനെ നടക്കുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടോ, എന്തെങ്കിലും കാര്യം പറയാൻ എനിക്ക് ആരുടെയും സഹായം വേണോ എന്ന് അദ്ദേഹം രൂക്ഷമായി പ്രതികരിച്ചതാണ്. അങ്ങനെയുള്ളൊരു മുഖ്യമന്ത്രിക്ക് PR ഏജൻസി ഉണ്ട്, അഭിമുഖം തയ്യാറാക്കി കൊടുക്കാനെന്ന് 1 നൂറ്റാണ്ടിലധികം പഴക്കമുള്ള രാജ്യത്തെ ഏറ്റവും വിശ്വാസ്യതയുള്ളൊരു പത്രം എന്ന് വേണമെങ്കിൽ പറയാം. CPM-ന് പോലും ആ പത്രത്തെക്കുറിച്ച് നല്ല മതിപ്പാണ്. അതൊരു വലതുപക്ഷ മാധ്യമമാണെന്ന അഭിപ്രായം CPM-ന് പോലും ഉണ്ടാവില്ല. അതിൻ്റെ മുൻ എഡിറ്റർ പോലും പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുന്നയാളാണ്. അങ്ങനെ ഒരു പത്രം പറയുമ്പോൾ അതിലൊരു വിശദീകരണം നൽകണ്ട, എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഉണ്ട് എന്ന്, അല്ലെങ്കിൽ എൻ്റെ അറിവിലില്ല എന്ന് പറയാൻ പറ്റുമോ? മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് വിശദീകരിക്കണ്ടേ? അവിടെയാണ് കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു കാര്യത്തിൽ ഇന്ന് വ്യക്തത വന്നത് കേരള മുഖ്യമന്ത്രി അങ്ങനൊരു സംഭവം പറഞ്ഞിട്ടില്ല. 2, കേരള മുഖ്യമന്ത്രിയുടെ ഇൻ്റർവ്യൂ എടുത്തതിൻ്റെ വീഡിയോ റെക്കോർഡുകൾ ലഭ്യമാണ്. ആ ലഭ്യമായതിലും മുഖ്യമന്ത്രി അങ്ങനെ ഇൻ്റർവ്യൂ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് വ്യക്തമാണ്. ഇനി അതിനുശേഷം ആരെങ്കിലും ഒരാൾ എഴുതി കൊടുത്തെങ്കിൽ അത് ചെക്ക് ചെയ്യാതെയാണ് ഹിന്ദു പത്രം അത് പ്രസിദ്ധീകരിച്ചത് എന്ന കാര്യത്തിലും ഇന്ന് വ്യക്തത വന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ അവരുടെ വിശദീകരണം കൊണ്ട് കാര്യമായിട്ടുണ്ട്.
ബാക്കി കാര്യങ്ങളിൽ ആ പത്രവുമായി ഇടപെട്ടുകൊണ്ട് തീരുമാനങ്ങൾ വ്യക്തത വരുത്താമല്ലോ. കാരണം ഇക്കാര്യത്തിൽ ഒരു തരത്തിലും സ്വീകാര്യമല്ലാത്ത ഒരു വാചകമാണ്. അവിടെ ഒരു കാര്യത്തിലുണ്ട്, മലപ്പുറം ജില്ലയിൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയതിനെക്കുറിച്ചും പിടിച്ചതിനെക്കുറിച്ചും ഒക്കെ എത്രയോ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തു. എൻ്റെ തന്നെ മീഡിയ വൺ കൊടുത്ത ഒരു 17 വാർത്തയെങ്കിലും എൻ്റെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്, ആളുകൾ അയച്ചു തന്നത്. അത് നിങ്ങൾ വാർത്ത കൊടുക്കുന്നത് മലപ്പുറം ജില്ലയെ അപമാനിക്കാനല്ലല്ലോ. അതിൽ തന്നെ ഈ ഒരു മീഡിയ വണ്ടെ വാർത്ത ഞാൻ കേട്ടത് ഇതിൽ മലപ്പുറം ജില്ലയെ അപമാനിച്ചു എന്നല്ലായിരുന്നു ശൈൽകുമാർ ആരോപണം. ഇന്നലത്തെ ചർച്ച മുഴുവൻ മറ്റൊന്നായിരുന്നു. അതായത് ഈ മലപ്പുറത്ത് കരിപ്പൂരിൽ ഈ പിടികൂടുന്ന സ്വർണം അത് സംസ്ഥാന വിരുദ്ധ പ്രവർത്തനത്തിനും ദേശദ്രോഹ പ്രവർത്തനത്തിനും ഉപയോഗിക്കുന്നു എന്ന് മുഖ്യമന്ത്രി പറയുകയാണ്. അത് ഓൺ റെക്കോർഡായിട്ട് ഇപ്പോഴും ആ വാർത്ത നമുക്ക് ഓൺലൈനിൽ പോലും അവൈലബിൾ ആണ്. ആ ഇന്റർവ്യൂവിന്റെ ഭാഗം അവരത് പിൻവലിച്ചിട്ടില്ല, അവർ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതൊരു കാര്യം. പക്ഷേ ഇത് സ്വർണം പിടിക്കുന്നു, സ്വർണം കടന്നുള്ള വിഷയം. ഈ സ്വർണം കൊണ്ടുവരുന്നത് രാജ്യദ്രോഹ പ്രവർത്തനത്തിലാണ് എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ ഇന്നലെ 1 മണിക്കൂർ സ്പെഷ്യൽ എഡിഷനിൽ നിഷാദ് റാവുത്തറായിരുന്നു ആങ്കർ ചെയ്തത്. സ്പെഷ്യൽ എഡിഷനിൽ ഇത് കെ എസ് അരുൺകുമാറിനെ ആയിരിക്കുകയായിരുന്നു. അതിന് തെളിവ് മുഖ്യമന്ത്രി കൊണ്ടുവരുമെന്ന് വെല്ലുവിളിക്കുകയായിരുന്നു. അത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നമ്മളൊരു കാര്യം അച്ചടിച്ച് വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ രീതി പരിശോധിക്കുമ്പോൾ ആ രീതി പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായി പോലീസുകാരെന്താ എഴുതുന്നത്. ഞാൻ കോടതിയിൽ പോയി കേസ് നടത്തുന്ന ഒരാളാണ്. ഇത്തരം പരാമർശങ്ങളൊക്കെ കോടതിയിൽ ധാരാളമായി എഴുതാറുണ്ട്. ആ ദേശസ്നേഹപരമായ കാര്യത്തിനാണ് സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നത് എന്ന് ആരും ചിന്തിക്കാറുമില്ല. നമ്മൾ ആ ഭാഗത്തേക്കേ പോകുന്നില്ല. ആ ഭാഗം പറയുന്ന ഒരാളല്ല കേരള മുഖ്യമന്ത്രി, അദ്ദേഹം അത് പറഞ്ഞിട്ടുമില്ല. മുഖ്യമന്ത്രി അങ്ങനെ പറയില്ല എന്ന ബോധം പോലും നിങ്ങൾക്കില്ല എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞാൽ അത് ശരിയാണ്, അതിന് ഞങ്ങൾ നാളെ മുഖ്യമന്ത്രി തെളിവ് തരും എന്ന് CPM-ന്റെ ഔദ്യോഗിക വക്താവ് ചാനലുകൾ വന്നിട്ട് പറയാം. ഒരാളല്ല, ഇന്ന് രാവിലെ പോലും മന്ത്രിമാരുൾപ്പെടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ട് ശരിയായിരിക്കും എന്നാണ് പറഞ്ഞത്. നിഷേധിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? അതെന്താ കാരണം ദേശസ്നേഹപരമായ നടപടിയാണോ സ്വർണ്ണക്കള്ളക്കടത്ത് വിദേശത്ത് നിന്ന് കൊണ്ടിരുന്നത്? ആ പണം എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഹവാലപ്പണം എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? കൊടകര കുഴൽപ്പണ കേസിലെ തട്ടിപ്പറി നമ്മൾ കണ്ടില്ലേ? ഇത്തരം കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞു എന്ന് ഒരു നിമിഷം മുഖ്യമന്ത്രി പറഞ്ഞു എന്ന് പറഞ്ഞ് ഈ പരാമർശം തെറ്റല്ല, മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. അതാണ് നിങ്ങൾ പറയുന്നത്. അതായത് ഈ പറയുന്ന മലപ്പുറത്ത് ഈ പിടിക്കുന്ന ഇറക്കുന്ന ഹവാല പണം, സ്വർണ്ണക്കള്ളക്കടത്ത്, ഇതൊക്കെ രാജ്യദ്രോഹ പ്രവർത്തനത്തിന്, സംസ്ഥാന വിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു എന്നുള്ളത് CPM-ന്റെ ഔദ്യോഗിക നിലപാടാണ്. മുഖ്യമന്ത്രി പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അങ്ങനെയാണോ? അല്ല, അങ്ങനല്ല. നമ്മുടെ രാജ്യത്ത് നിയമപരമല്ലാതെ നടക്കുന്ന ഏത് കാര്യത്തിനും നിയമം നടപടിയെടുക്കും. അപ്പം നിയമം നടപടിയെടുക്കുമ്പോൾ അത് നിയമവിരുദ്ധം തന്നെയാണ്. ആ നിയമവിരുദ്ധമായ കാര്യം നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ സംസ്ഥാനത്തിന്, സമ്പദ് വ്യവസ്ഥയ്ക്ക് മോശം തന്നെയാണ് എന്നെല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണല്ലോ നടപടിയെടുക്കുന്നത്. ഉദാഹരണമായിട്ട് മയക്കുമരുന്ന് കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിന് ഗുണകരമല്ല, ദേശാഭിമാനപരമല്ല, മനുഷ്യസ്നേഹപരമല്ല. അത് മാത്രവുമല്ല, നിരാകരിക്കപ്പെട്ട കാര്യമാണ്. നിയമവിരുദ്ധമായ ഏത് പ്രവർത്തനവും രാജ്യത്തിനെതിരാണ്, സംസ്ഥാനത്തിനെതിരാണ്, അങ്ങ് പറഞ്ഞത് ശരിയാണ്. പക്ഷെ അത് മാത്രമല്ല, ചില എക്സ്ട്രീമിസ്റ്റ് എലമെന്റ്സിനെ കുറിച്ച് ആ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ആ നിലപാട് അല്ല നിക്ക് ഒരു നിമിഷം. ഈ സ്വർണ്ണക്കടത്തും ഈ ഹവാലയും വഴി ചില തീവ്രവാദ സംഘങ്ങൾ അവരുടെ പ്രവർത്തനത്തിൽ ഉപയോഗിക്കുന്നു കൂടി ആ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ഒരു നിലപാട് CPM-നുണ്ടോ? നമ്മുടെ സമൂഹത്തിനകത്ത് ഭീകരവാദ പ്രസ്ഥാനങ്ങൾ, അതിലൊന്ന് RSS തന്നെയാണ്. അവരുടെ സാമ്പത്തിക സ്രോതസ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യപ്പെടുന്നത്? നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ED റെയ്ഡ് ചെയ്യാൻ പോയിട്ടുണ്ടോ? ഏതെങ്കിലും ED കണ്ടെത്തിയിട്ടുണ്ടോ? മറുഭാഗത്ത് തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന വേറെ കൂട്ടരില്ലേ? അവരുടെ വിഭവങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യപ്പെടുന്നത്? ഇതൊക്കെ നമ്മുടെ സമൂഹത്തിനകത്ത് കരിപ്പൂർ എയർപോർട്ടിൽ വരുന്ന ഹവാല പണം, സ്വർണ്ണക്കള്ളക്കടത്ത്, ഇത് അവിടെ നിന്ന് ഇത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് CPM-ന്റെ നിലപാടാണ്. അങ്ങനെ അത് ആവർത്തിക്കുകയാണ്. അതായത് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം ശരിയാണ്, പക്ഷെ അത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. അതാണോ നിങ്ങളുടെ വാദം? അല്ലല്ല. ഒന്ന്, ഹിന്ദു പത്രത്തിൽ, ദിനപത്രത്തിൽ വന്ന വാചകങ്ങൾ ഒരു കാരണവശാലും മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല, അതുമായി ബന്ധപ്പെട്ട് പടം കൂടേണ്ട കാര്യമില്ല. 2, കരിപ്പൂർ വിമാനത്താവളം എന്ന് കേട്ടാൽ അത് മലപ്പുറം ജില്ലയിലായതുകൊണ്ട് കരിപ്പൂരിനെ കുറിച്ച് പറഞ്ഞാൽ, സ്വർണ്ണക്കള്ളക്കടത്തിനെ കുറിച്ച് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗക്കാരെയാണ് ഉദ്ദേശിക്കുന്നത്. വിഭാഗക്കാരെ കുറിച്ച് ഞാൻ ചോദിച്ചിട്ടേ ഇല്ല. ഏതെങ്കിലും വിഭാഗക്കാരെ കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത്. ഈ കരിപ്പൂർ വിമാനത്താവളത്തിൽ, ഓക്കെ, അതാ ഞാൻ ചോദിക്കുന്നത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ വരുന്ന സ്വർണം, ഹവാല, ഇത് തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് CPM-ന്റെ ഔദ്യോഗിക നിലപാടാണ്.
അതെ, അവിടെയാണ് കൃത്യമായിട്ട് ഞങ്ങൾ പറയുന്നത്. കരിപ്പൂർ മാത്രമല്ല, ഉദാഹരണമായിട്ട് ഗുജറാത്തിലെ മുണ്ട്ര തുറമുഖം, ഈ പണമൊക്കെ ഏതെല്ലാം കാര്യങ്ങൾക്കാണ് ദുരുപയോഗിക്കപ്പെടുന്നത് എന്ന് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് എത്രത്തോളം ആശങ്കകളുണ്ട്. CPM അതിനെക്കുറിച്ച് പ്രമേയങ്ങളൊന്നും പാസ്സാക്കിയിട്ടില്ല. ഇതൊന്നും സ്വീകാര്യമായ കാര്യങ്ങളല്ല, അതിനെ പിന്തുണയ്ക്കേണ്ടതില്ല. കള്ളക്കടത്ത് പിടിക്കുന്ന പോലീസ് അത് പിടിക്കാൻ പാടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിന് നിന്നു കൊടുക്കാൻ സൗകര്യപ്പെടില്ല എന്ന് ഒരു മുഖ്യമന്ത്രി പറഞ്ഞു എന്ന് മാത്രം കണ്ടാൽ മതി. അനിൽകുമാർ, ഞാൻ ചോദിച്ചതാണ്, അതായത് മുഖ്യമന്ത്രി തങ്ങളുടെ വാർത്താ സമ്മേളനത്തിൽ മലപ്പുറത്തെ സ്വർണം, പോലീസ് പിടിച്ച സ്വർണത്തിന്റെ കണക്ക് പറഞ്ഞിരുന്നു. അതേ മുഖ്യമന്ത്രിയുടെ അഭിമുഖമായി വന്നതാണ്. മുഖ്യമന്ത്രി പറഞ്ഞതല്ല എന്ന് പറഞ്ഞാൽ പോലും PR ഏജൻസി എഴുതി കൊടുത്ത കാര്യമാണ്. ഈ കരിപ്പൂർ എയർപോർട്ടിൽ വരുന്ന സ്വർണം ഹവാല, ഇത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളത്. അങ്ങനെ ഒരു വാദം CPM-നുണ്ടോ? അല്ല, CPM അതിൽ വാദിക്കേണ്ട കാര്യമില്ല. അത് ദേശാഭിമാനപരമായ കാര്യമല്ല. ഞങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട കാര്യമില്ല. നല്ല കാര്യവും ഞങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല. അങ്ങനെയല്ല, സ്വീകാര്യമല്ല. മുഖ്യമന്ത്രി പറഞ്ഞതായി ആ പത്രത്തിൽ വന്ന അഭിമുഖത്തിലുള്ളത് എക്സ്ട്രീമിസ്റ്റ് എലമെന്റ്സ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. എക്സ്ട്രീമിസ്റ്റ് എലമെന്റ്സ്. അതെ, അത്തരമൊരു വാദം നമ്മുടെ സമൂഹത്തിനകത്ത് വരുമ്പോൾ എക്സ്ട്രീമിസ്റ്റ് എലമെൻ്റ് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളുടെ പണത്തിൻ്റെ സ്രോതസ് നിഗൂഢമാണ്. ആ നിഗൂഢമായ കാര്യങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോട് ഞങ്ങൾക്ക് നല്ല തരത്തിലുള്ള പ്രതിഷേധമുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ എയർപോർട്ടുകളിൽ സ്വർണം കടന്നുകൊണ്ട് ഹവാല വരുന്നുണ്ട്. എത്ര സ്വർണം പിടിച്ച കേസുകളിൽ നിങ്ങൾ ഇത് തീവ്രവാദ ബന്ധം അന്വേഷിച്ചു? എത്ര കേസെടുത്തു? അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കാൻ ബാധ്യതപ്പെട്ട ഒരു കൂട്ടർ ഇന്ത്യ രാജ്യത്തെ സർക്കാരാണ്. സംസ്ഥാന സർക്കാരിന് പരിമിതിയുണ്ട്. UAPA ചുമത്തുന്ന സംസ്ഥാന സർക്കാരാണ്, കേന്ദ്ര സർക്കാരല്ല. പോലീസ് നിങ്ങളുടെ കയ്യിലാണ്. തീവ്രവാദികൾ, ഒരു നിമിഷം, തീവ്രവാദികൾ സ്വർണ്ണക്കടത്തിലൂടെയും ഹവാലയിലൂടെയും ഫണ്ട് ശേഖരിക്കുന്നു എന്നുള്ളതാണ് അനിൽകുമാർ ഇവിടെ പറയുന്ന വിവരം. നിങ്ങൾ എത്ര കേസെടുത്തിട്ടുണ്ട്? ഒന്ന്, തീവ്രവാദികൾ ഹവാലയിലൂടെ ഫണ്ട് ശേഖരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞില്ല. ആ പരിപാടി എക്സ്ട്രീമിസ്റ്റ് എലമെന്റ്സ് ഇത്തരം കാര്യങ്ങളോട് നടത്തുന്നു എന്ന് മുഖ്യമന്ത്രിയുടെ അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? അല്ല, അങ്ങനെ ഒരു അഭിപ്രായം നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങ് പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അവിടെയാണ് കൃത്യമായിട്ട് പറയുന്നത്. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞ കേട്ടില്ലേ? ഇവിടുത്തെ തീവ്രവാദ സംഘടനകൾ RSS ഉൾപ്പെടെയുള്ളവർ പണസമാഹരണം നടത്തുന്നത് ദുരൂഹമായ വഴികളിലൂടെയാണ്. ആ വഴികൾ അന്വേഷിക്കണം എന്ന് ആർക്കാ തർക്കം? അതായത് അന്വേഷിക്കണം തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ഈ കരിപ്പൂര് കൊണ്ടുവരുന്ന സ്വർണം, കരിപ്പൂര് കൊണ്ടുവരുന്ന സ്വർണം ഹവാലയും RSS മാത്രമാണോ ഉപയോഗിക്കുന്നത്? ഞങ്ങളുടെ പാർട്ടി ആവശ്യപ്പെട്ടത് RSS ആണോ ഈ അത് ഉപയോഗിക്കുന്നത്? അതിൽ വരുന്ന ഹവാലയും സ്വർണവും നിഗൂഢമായി പ്രവർത്തിക്കുന്ന എല്ലാവരും, ആ നിഗൂഢമായി പ്രവർത്തിക്കുന്ന അത്തരം ശക്തികളെ കണ്ടെത്തേണ്ടത് ആരാണ്? ഇത്തരം കള്ളക്കടത്ത് സ്വർണവും ഹവാലയും നിഗൂഢ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നവരെ കണ്ടെത്തേണ്ടത് ആരാണ്? ആരുടെ പണിയാണ്? ഈ സ്വർണം പിടിക്കുന്നുണ്ടല്ലോ പോലീസ്, അങ്ങ് തന്നെ പറഞ്ഞു. സ്വർണം പോലീസ് പിടിക്കുന്നതിനാണ് സ്വർണം പോലീസ് പിടിക്കുന്നുണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടത് ആരാണ്? സർക്കാരാണ്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ UAPA എന്ന് പറയുന്ന നിയമം എന്തിനാണ്? ഇത്തരം നിഗൂഢ പ്രവർത്തനങ്ങൾ തടയാൻ വേണ്ടിയാണ് UAPA നിയമം. അത് ആ കേസെടുക്കുന്ന ആരാണ്? സംസ്ഥാന പോലീസാണ്. ഈ ഡൽഹി പോലീസ് വന്നിട്ട് വേണമോ കേരളത്തിലെ നിഗൂഢ പ്രവർത്തനങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളും നടത്താൻ? ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഉദാഹരണമായിട്ട് കൊടകരയിൽ കുഴൽപ്പണം പിടിച്ചു. കേരള പോലീസ് കണ്ടെടുത്ത് കുറ്റപത്രം കൊടുത്ത് EDക്ക് കടലാസ് കൊടുക്കുന്നതിനപ്പുറത്ത് കേരളത്തിന് പറ്റുമോ? കേരളത്തിലെ LDF സർക്കാർ ഞങ്ങൾക്കില്ല. ഞങ്ങളിങ്ങനെ 138 കേസ് മലപ്പുറത്തുണ്ടായി. മലപ്പുറത്ത് പിടിച്ചു. ഒരു നിമിഷം, 138 കിലോ സ്വർണം പിടിച്ചു. ഇതിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്, ഇത് തീവ്രവാദികൾക്ക് പോകുന്നതാണ്. നിങ്ങൾ UAPA ചാർജ് ചെയ്ത് കേസ് അന്വേഷിച്ച് NIA കൈമാറി. അവർ അന്വേഷിക്കട്ടെ. നിങ്ങൾ ചെയ്തോ? നിങ്ങൾ എത്ര കേസ് എടുത്തു? എത്ര കേസ് അന്വേഷിച്ചു? എത്ര കണ്ടെത്തി? അവിടെ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 180 കേസുകൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്വർണത്തിൻ്റെ അളവ് കിട്ടിയിട്ടുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ തീവ്രവാദ ബന്ധമുള്ളതായി കേരളത്തിന്റെ പോലീസിന് തോന്നിയാൽ പോലീസ് ആ വഴിക്ക് പോകണം. അപ്പോൾ തോന്നിയിട്ടില്ല, പോലീസിന് തോന്നിയിട്ടില്ല, അതുകൊണ്ട് അന്വേഷിച്ചില്ല എന്നാണോ? അതോ തോന്നിയിട്ടും അന്വേഷിച്ചില്ല എന്നാണോ? തോന്നിയിട്ടില്ല, പോലീസിന് തോന്നിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞത് അത് തീവ്രവാദ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞത്? കൊണ്ടല്ലേ ഞങ്ങൾ അതിന്റെ പിന്നാലെ നടക്കാനില്ല. അല്ല, അങ്ങനെ ഇല്ലെങ്കിൽ അങ്ങനെ ഇല്ലല്ലോ. അവിടെ തീവ്രവാദ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നില്ല. ഞങ്ങൾ പറയും ദേശാഭിമാനം വരാൻ ഞാൻ പറയൂ. അല്ലെന്നേ, തീവ്രവാദ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന ചോദ്യത്തിനാണ് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏത് പൈസ ഉപയോഗിക്കുന്നത് എനിക്കറിവില്ലല്ലോ. അതെ, നിങ്ങൾ പറയുന്നു പോലീസിന് അങ്ങനെ തോന്നിയിട്ടില്ല, കേസ് എടുത്തിട്ടില്ല. എങ്കിൽ അങ്ങനെ ഇല്ല എന്നല്ലേ? എനിക്കില്ല. അല്ല, അങ്ങനെ ഇല്ല എന്നല്ലേ പോലീസ് അങ്ങനെ അന്വേഷിക്കണ്ടേ? ഞാൻ പറയട്ടെ, തീവ്രവാദത്തിന്
പോലീസിൻ്റെ കയ്യിൽ ലഭ്യമായ വിവരപ്രകാരം അങ്ങനെ ഒരു വിവരമില്ല എങ്കിൽ പോലീസ് അത് ആ വഴിക്ക് മുന്നോട്ട് പോകില്ല. ഇതൊന്നും പാർട്ടിപരമായ രാഷ്ട്രീയ പ്രശ്നങ്ങളല്ല. തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ ഫണ്ടിൻ്റെ സ്രോതസ് എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല. നിങ്ങൾ തന്നെ അനിൽകുമാർ ഉപയോഗിക്കുന്നുണ്ടാവുമല്ലോ. നമ്മുടെ നാട്ടിൽ നടന്ന് പിരിവെടുക്കുന്നതാണോ? നക്സലൈറ്റുകൾ ഫണ്ട് ഉണ്ടാക്കുന്ന പിരിവെടുക്കുന്ന അത് ഇന്ത്യ രാജ്യത്തെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് ഇത്തരം കാര്യങ്ങളിൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഫലപ്രദമായ നടപടി സ്വീകരിക്കേണ്ടത്. ആ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഫലപ്രദമായ നടപടി സ്വീകരിക്കാതെ സംഘപരിവാരത്തിന് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ കരിപ്പൂർ എയർപോർട്ടിലൂടെ കടത്തുന്ന ഉപയോഗിക്കുന്ന നിഗൂഢ സംഘങ്ങൾ ആരാണ് അനിൽകുമാർ? അത് പരിശോധിക്കപ്പെടണമല്ലോ. സംസ്ഥാന സർക്കാരിന് ഞാനത് പറയട്ടെ. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. മീഡിയ വൺ റിപ്പോർട്ട് ചെയ്ത പോലെ ഒരു യാത്രക്കാരൻ വരുന്നു, ബഹറിൽ നിന്നാണ് വരുന്നത്. അവിടുന്ന് മാഫിയ കൊടുത്തുവിട്ട സ്വർണ്ണമാണ്. ഇത് ബഹറിൽ ആരാ കൊടുത്തുവിട്ടത് എങ്ങനെ കണ്ടുപിടിക്കും? കസ്റ്റംസുകാർ പിടിക്കത്തുമില്ല. ഫൈസൽ ഫരീദ് എന്ന് പറഞ്ഞ ആളാണ് നമ്മുടെ ദുബായ് വിമാനത്താവളത്തിൽ നിന്ന് നയതന്ത്ര ചാനലിലൂടെ കടത്തിവിട്ടത്. ഫൈസൽ ഫരീദ് അയച്ചതിന് രേഖയുണ്ട്. എമിറേറ്റ്സ് വിമാനത്താവളത്തിൻ്റെ കമ്പനിക്കാരാണ് അതുകൊണ്ട് കൊണ്ടുവന്നത്, അതിന് രേഖയുണ്ട്. എമിറേറ്റ്സ് കമ്പനിക്കാർ പ്രതിയാണോ? അതുപോലെ ഫൈസൽ ഫരീദ് പ്രതിയാണോ? അല്ല ഈ വിലാസക്കാരനായ ഇവിടുത്തെ അറ്റാഷയോ അല്ലെങ്കിൽ ഇവിടുത്തെ കോൺസുലേറ്റ് ജനറലോ പ്രതിയാണോ? അതെല്ലാം കേന്ദ്രത്തിൻ്റെ കയ്യിരിക്കുന്ന കാര്യമാണ്. സംസ്ഥാന സർക്കാരിന് വിമാനത്താവളത്തിന് പുറത്ത് കസ്റ്റംസ് പിടിക്കാതെ വരുന്ന കേസുകളിൽ പിടിക്കുന്നതിനും സമാനമായി അങ്ങനെ കേസ് അന്വേഷിച്ചല്ലോ. തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസ് തീവ്രവാദ ബന്ധമുണ്ടെന്ന് ഒന്നും കണ്ടെത്തിയില്ലല്ലോ. ഇപ്പോൾ ഈ കരിപ്പൂരിലെ കാര്യത്തിൽ അതുണ്ടാകാം, നിഗൂഢ സംഘങ്ങൾ ഉണ്ടാകാം എന്ന് നിങ്ങൾ പറയാൻ കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ആദ്യമേ തന്നെ പറയട്ടെ, കരിപ്പൂരിൽ തീവ്രവാദ ബന്ധം ഉണ്ടാകാമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് RSSും മറ്റ് തീവ്രവാദ സംഘടനകളുമൊക്കെ അവരുടെ പണത്തിൻ്റെ സ്രോതസ് വെളിപ്പെടുത്താത്തതുകൊണ്ട് ഏത് പണമാണ് അവർ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തതയില്ല. അതിൽ കള്ളക്കടത്ത് സ്വർണ്ണമുണ്ടോ, ഹവാല പണമുണ്ടോ, മയക്കുമരുന്ന് കച്ചവടമുണ്ടോ, ഇതൊന്നും ഞങ്ങളെ സംബന്ധിച്ച് അറിയുന്ന കാര്യങ്ങളല്ല. പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിന് അറിയുന്ന കാര്യങ്ങൾ നിലവിൽ അങ്ങനെ വിവരമില്ല, പോലീസ് അന്വേഷിച്ചിട്ടില്ല. ഞാൻ മറ്റു വിഷയങ്ങളിലേക്ക് വരാം. ശ്രീ ജിൻഡോ ജോൺ, ഈ വിവാദാഭിമുഖം പുറത്തു വന്ന് ഏതാണ്ട് 10-36 മണിക്കൂറിന് ശേഷമാണ് അതിലൊരു റെഫ്യൂട്ട് വരുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്. ആ വൈകൽ എന്തുകൊണ്ടാകാം? ഈ PR ഏജൻസി ഇല്ല എന്നിവിടെ അനിൽകുമാർ പറയുന്നു. അദ്ദേഹത്തിന് ഉറപ്പില്ല, എൻ്റെ അറിവിലില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നില്ല എന്നതിന് അർത്ഥം ഇത്രയും സമയത്തിനുള്ളിൽ പോലും ഈ പാർട്ടിക്കകത്തോ സർക്കാരിനകത്തോ അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഇല്ല. മുഖ്യമന്ത്രിയോട് ചോദിച്ചിട്ട് മുഖ്യമന്ത്രി ഇങ്ങനെ ഉണ്ടോ എന്ന് ഇവർക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് അറിവില്ല എന്നേ പറയുന്നുള്ളൂ. എന്താകും ഇതിന് പിന്നിൽ? അജിംസെ, നമ്മൾ ഇതിൻ്റെ നാൾവഴികൾ മറക്കാൻ പാടില്ല. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൽ RSSന്റെ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുവെന്ന് ആനി രാജയും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് VD സതീശനും അടക്കം പ്രതിപക്ഷവും ജനപക്ഷവും ഒക്കെ നിരവധി വട്ടം പറഞ്ഞ ആരോപണം പിന്നീട് അൻവർ എന്ന് പറഞ്ഞ പിണറായിനെ പിന്തുണയ്ക്കുന്ന MLA വിളിച്ചു പറയുന്നു. അതിനുശേഷം തൃശ്ശൂർ പൂരം കലക്കിക്കൊണ്ട് BJPക്ക് ജയിക്കാനുള്ള വഴിമരുന്നിട്ട് കൊടുത്തത് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ADGP MR അജിത് കുമാറിൻ്റെയും പോലീസിൻ്റെയും ഒത്താശയോടുകൂടിയാണെന്ന് ഉള്ള ആരോപണം അൻവർ വീണ്ടും എടുത്തു പറയുന്നു. ഇങ്ങനെ നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ അൻവർ പറയുമ്പോൾ അൻവർ മത തീവ്രവാദ ചാപ്പ കുത്തപ്പെടുന്നു. വർഷങ്ങൾക്ക് മുമ്പ് KR ഗൗരിയമ്മ ഇവരുടെ പാർട്ടിയിൽ നിൽക്കുമ്പോൾ ഇവർക്ക് വലിയ പലഹാരമായിരുന്നു, വേണ്ടപ്പെട്ട നേതാവായിരുന്നു, ഇവരുടെ തീപ്പൊരി നേതാവായിരുന്നു. അവരെ പുറത്താക്കിയപ്പോൾ അവർക്കില്ലാത്ത ചീത്തപ്പേരൊന്നുമില്ല. അതുപോലെ തന്നെ MV രാഘവൻ ഇവരുടെ പാർട്ടിയിൽ കലാപക്കൊടി ഉയർത്തി അദ്ദേഹത്തെ പുറത്താക്കിയപ്പോൾ അദ്ദേഹം കൊലയാളി രാഘവനാകുന്നു. TP ചന്ദ്രശേഖരൻ പാർട്ടിക്കകത്ത് അഭിപ്രായം പറഞ്ഞപ്പോൾ ആഭ്യന്തര ജനാധിപത്യം വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ കുലംകുത്തിയാക്കി മുദ്രകുത്തപ്പെടുകയും മാഷാള്ള സ്റ്റിക്കർ ഒട്ടിച്ച വണ്ടിയിൽ ആളെ വിട്ട് കൊല്ലുകയും ചെയ്യുന്നു. എന്നിട്ട് അതിനുശേഷം വീണ്ടും കുലംകുത്തി എന്ന് പിണറായി വിജയൻ പുലമ്പുന്നത് നമ്മൾ കണ്ടു. അതിന് സമാനമാണ് PV അൻവർ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് പിണറായി വിജയനും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്കും പോളിറ്റ് ബ്യൂറോ മെമ്പർമാർക്കും ഉത്തരങ്ങളില്ലാതെ വരുമ്പോൾ അദ്ദേഹം മത തീവ്രവാദ ചാപ്പ കുത്തി അൻവറിനെ ആ രീതിയിൽ അങ്ങനെ ഒതുക്കിക്കളയാമെന്ന് ഇങ്ങനെ തീരുമാനിക്കുകയാണ്. അത് ഇവരുടെ ഒരു സ്ഥിരം പൊളിറ്റിക്കൽ പരിപാടിയാണ്. ഞാൻ ചോദിക്കുന്നത്, അതിനെ തുടർന്നാണ് പിണറായി വിജയൻ പറയുന്നത് അൻവർ ഈ സ്വർണ്ണക്കടത്തുകാരുടെയും കള്ളക്കടത്തുകാരുടെയും
വിജയന്റെയും ആളാണെന്നുള്ള ഒരു ധ്വനി ഉണ്ടാക്കുന്ന രീതിയിൽ പത്രസമ്മേളനം നടത്തിക്കൊണ്ട് കടന്നു പോകുന്നു. അതിനുശേഷം പിന്നെ ഈ നിമിഷം വരെ നമ്മുടെ ചർച്ച എങ്ങനെയാ? മലപ്പുറം എന്നൊരു ജില്ല, അവിടെ കള്ളപ്പണം വരുന്നു, സ്വർണ്ണക്കടത്ത് നടക്കുന്നു, തീവ്രവാദത്തെ ഫണ്ടിങ് നടത്തുന്നു, കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ചാണ് ഇതൊക്കെ നടക്കുന്നതെന്നുള്ള ഈ മുഴുവൻ നരേറ്റീവും സൃഷ്ടിക്കപ്പെടുന്നത് പിണറായി വിജയന്റെയും CPM-ന്റെ നേതാക്കന്മാരുടെ നാവുകളിൽ നിന്ന് തന്നെയാണ്. ഉത്തരേന്ത്യ അടക്കമുള്ള മുഴുവൻ സ്ഥലങ്ങളിലും, എന്തിന് കേരളത്തിലെ RV ബാബു അടക്കമുള്ള, K സുരേന്ദ്രൻ അടക്കമുള്ള BJP-യുടെയും ഹിന്ദു ഐക്യവേദിയുടെയും ഒക്കെ നേതാക്കന്മാർക്ക്, സംഘപരിവാർ നേതാക്കന്മാർക്ക് ഇനി ഒരുപാട് കാലം ഇത് വാരി വിതറാനുള്ള മെറ്റീരിയൽസ് സപ്ലൈ ചെയ്ത് പിണറായി വിജയനും ഈ പാർട്ടിയിലെ സഖാക്കന്മാരുമാണ്. ഞാൻ ചോദിക്കട്ടെ, കരിപ്പൂർ വിമാനത്താവളത്തിൽ വരുന്ന സ്വർണം തീവ്രവാദത്തിനും മത തീവ്രവാദ പരിപാടിക്കുള്ള ഫണ്ടിംഗ് ആണെങ്കിൽ നെടുമ്പാശ്ശേരിയിൽ വരുന്ന സ്വർണമോ, തിരുവനന്തപുരം എയർപോർട്ടിൽ വരുന്ന സ്വർണമോ, കണ്ണൂർ വിമാനത്താവളത്തിൽ വരുന്ന സ്വർണമോ, നിങ്ങളുടെ അർജുൻ ആയെങ്കിലും ആകാശ് തില്ലന്തേരിയും ഒക്കെ പൊട്ടിക്കുന്നതും തട്ടിപ്പ് നടത്തുന്നതും കള്ളക്കടത്ത് നടത്തുന്നതുമായിട്ടുള്ള സ്വർണമൊക്കെ എവിടെ, ആർക്ക്, എന്ത് തീവ്രവാദ പ്രവർത്തനത്തിന് ഫണ്ടിംഗ് നൽകാനാണ് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ മറുപടി പറയണ്ടേ? ഇനി പിണറായി വിജയനും ഈ പാർട്ടിയുടെ സഖാക്കന്മാർ ഇന്നലെ കേരളത്തിലെ മുഴുവൻ പത്രമാധ്യമങ്ങളിൽ പറഞ്ഞതുപോലെ, ഇന്നലത്തെ മുഴുവൻ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന ഡിബേറ്റ് ചെയ്തതുപോലെ, ഇന്ന് മുഹമ്മദ് റിയാസും MP രാജേഷ് എന്ന് പറഞ്ഞ മന്ത്രിയും പിണറായി വിജയൻ ഏതൊക്കെ കാലഘട്ടത്തിൽ വലിയ പ്രശ്നത്തിൽപ്പെടുന്നു അന്നൊക്കെ വന്ന് ആപത് ബാന്ധവനായിട്ട് വന്നു വരുന്ന സഖാവ് AK ബാലനൊക്കെ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ സ്വർണം കടത്തിയത് തീവ്രവാദ ഫണ്ടിങ്ങിനാണെങ്കിൽ എത്ര കേസുകൾ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട്, കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് നിങ്ങളെടുത്ത കേസുകളിൽ തീവ്രവാദ പ്രവർത്തനം അല്ലെങ്കിൽ മതരാഷ്ട്രവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന അനിൽകുമാർ മറുപടി പറയണം. ഒന്നാമത്തത്. രണ്ടാമത്തത്, പിണറായി ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു FIR പോലും നാളിതുവരെ നിങ്ങൾക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു കേസും എടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, സ്വർണ്ണക്കടത്തിന്റെ പേരിൽ നിങ്ങൾ കള്ളക്കടത്തിനോ അല്ലെങ്കിൽ കളവ് മുതൽ പിടിച്ചു എന്നുള്ള രീതിയിലോ മാത്രമാണ് കേസെടുത്തിട്ടുള്ളതെങ്കിൽ, ഇന്ന് പിണറായി വിജയനും നിങ്ങളുടെ പാർട്ടി സഖാക്കന്മാരും മിനിറ്റിന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ തീവ്രവാദ പ്രവർത്തനത്തിന് ഫണ്ടിങ് നൽകുന്നു എന്ന് പറഞ്ഞ സ്വർണ്ണക്കടത്തിന്റെ പേരിൽ അങ്ങനെ ഒരു FIR എടുത്തിട്ടില്ലെങ്കിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് പരാജയമാണ്. പിണറായി വിജയനല്ല, പരാജയനാണെന്ന് നിങ്ങൾ സമ്മതിക്കണം. ഇനി നിങ്ങൾ പറയുന്നത് ഇതെല്ലാമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രസ്താവനകളും വരുമ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഹിന്ദു പത്രത്തിലെ വാർത്തയാണ് ഇന്ന് നമ്മൾ ഡിബേറ്റ് ചെയ്യുന്നത്. ഹിന്ദു പത്രത്തിൽ വാർത്ത വന്നതിന് ശേഷം 30 മണിക്കൂറോളം കേരളത്തിന്റെ മുഖ്യമന്ത്രി മൗനത്തിന്റെ വാൽമീകത്തിലായിരുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹം മിണ്ടാതിരുന്നത്? അദ്ദേഹത്തിന്റെ പ്രസ്താവന അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകളല്ലെങ്കിൽ അദ്ദേഹം ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ അത് നിഷേധിക്കണ്ടേ? ഹിന്ദു പത്രത്തിന് എതിരെ അതിനുള്ള നടപടി സ്വീകരിക്കണ്ടേ? ഈ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പോലും വിശദീകരണ കുറിപ്പ് ചോദിക്കുന്ന എത്രയോ മണിക്കൂറുകൾക്ക് ശേഷം ആ 30 മണിക്കൂറുകൾ, ആ മണിക്കൂറുകളാണ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ സംഘപരിവാറിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയലായിട്ട് ഇത് പ്രചരിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തത്. കേരളത്തിലെ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് പോലും പറയുന്നത് എന്താ? മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ശരി, ഇന്ന് അദ്ദേഹം സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി പിൻവലിച്ചു എന്ന. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള മുഴുവൻ ചരിത്രത്തിലും പിണറായി വിജയൻ എന്ന് പറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയിൽ തീവ്രവാദ പ്രവർത്തനത്തിന് കള്ളക്കടത്ത് നടന്നു, സ്വർണ്ണക്കടത്ത് നടന്നു എന്ന് പറഞ്ഞു എന്നുള്ള രീതിയിൽ BJP-യും സംഘപരിവാറും ഉപയോഗിക്കാൻ പോവാ. പണ്ട് VS അച്യുതാനന്ദനെ പോലുള്ള നേതാക്കന്മാർ ഉത്തരവാദിത്തരഹിതമായിട്ട് പറഞ്ഞിട്ടുള്ള പ്രസ്താവനകൾ ഇന്നും BJP-യുടെയും സംഘപരിവാറിന്റെ ഉറപ്പില്ലാത്ത ഒരു PR ഏജൻസിയാണ് ഇത് ചെയ്തതെങ്കിൽ അതൊരു ലാർജർ കോൺസ്പിറസി അല്ലേ മുഖ്യമന്ത്രിയെ താറടിക്കാൻ? തീർച്ചയായിട്ടും അജിംസെ, ഞാൻ അതിലേക്ക് വരുന്നത്. ഇത് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉപജാപക വൃന്ദം പ്രവർത്തിക്കുന്നു, മുഖ്യമന്ത്രി അത്തരം ആളുകളുടെ ചട്ടുകമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇത് തന്നെയല്ലേ അൻവർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ പറഞ്ഞ P ശശിയും MR അജിത് കുമാറും അടക്കമുള്ള ആളുകൾ RSSന് വിടുപണി ചെയ്യാൻ വേണ്ടിയിട്ട്, സംഘപരിവാറിന് വിടുപണി ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി അതിന്റെ മൗത്ത് പീസായിട്ട് പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു എന്നല്ലേ അൻവറും പറഞ്ഞത്? അതിന് തത്തുല്യമായി മറുപടിയല്ല ഇന്ന് അനിൽകുമാർ അടക്കമുള്ള ആളുകൾ പറയുന്നത്. അങ്ങനെ ഒരു PR ഏജൻസിയെ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു PR ഏജൻസിയെ നിങ്ങൾ ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ, അത്തരത്തിലൊരു PR ഏജൻസിയുടെ എഴുതി കിട്ടിയ കുറിപ്പടി പ്രകാരം വാർത്ത പ്രസിദ്ധീകരിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും ഈ പാർട്ടിക്കും നാണക്കേടുണ്ടാക്കിയ വാർത്ത പ്രസിദ്ധീകരിച്ച ഹിന്ദു പത്രത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഇനി അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസമാണ് ഖലീജ് എന്ന് പറഞ്ഞ ഒരു വിദേശ മാധ്യമത്തിന് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ അഭിമുഖം സംഘടിപ്പിച്ചു കൊടുത്തത് ഞങ്ങളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇതേ PR ഏജൻസിയുടെ ആളുകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരണം നടത്തുന്നുണ്ടായി. അങ്ങനെയാണെങ്കിൽ ഈ PR ഏജൻസിക്കെതിരെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ക്രെഡിബിലിറ്റി തകർക്കുന്ന CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ നയങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള വിഘാതമായിട്ടുള്ള ഈ വാർത്ത പ്രസിദ്ധീകരിക്കാൻ ഒത്താശ ചെയ്ത PR ഏജൻസിക്കെതിരെ ഒരു വാക്കുരിയാടാൻ അനിൽകുമാറിന് ഈ ചർച്ചയിൽ സാധിക്കുമോ? അത്തരത്തിലൊരു PR ഏജൻസിക്കെതിരെ ഒരു വാക്ക് ഈ നിമിഷം വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടില്ല, പിണറായി വിജയന്റെ പ്രസ് സെക്രട്ടറി പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു PR ഏജൻസി ഉണ്ട്. 2020 മെയ് മാസം 19
കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ കുറെ കാലമായി കയ്യിലുകുത്തു തുടങ്ങിയിട്ട് എനിക്ക് PR ഏജൻസി ഇല്ലെന്ന. ഇന്ന് കേരളത്തിന്റെ മുമ്പിൽ തെളിവാക്കപ്പെട്ടു. ഹിന്ദു പത്രത്തിന്റെ ആ പ്രസ്താവനയുടെ മുമ്പിൽ നമുക്ക് കാര്യങ്ങൾ വ്യക്തമായി തെളിവ് സഹിതം പുറത്തു വന്നിരിക്കുന്നു. പിണറായി വിജയന് PR ഏജൻസി ഉണ്ട്. ഇത് പിണറായി വിജയനല്ല, PR വിജയനാണ്. സംഘപരിവാറിന്റെ PR എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ പറയുന്ന മൗത്ത് പീസായിട്ട് പിണറായി വിജയൻ മാറുമ്പോൾ ഇന്നലെ ഇവരുടെ പാർട്ടി പ്രതിനിധികൾ പറഞ്ഞത് എന്താ? പിണറായി വിജയന്റെ കയ്യിൽ തെളിവുണ്ട്, തെളിവ് അടുത്ത ദിവസം ഞങ്ങൾ അങ്ങ് വീശി എറിയുമെന്നല്ലേ. ആ തെളിവുകളൊക്കെ എടുക്കാൻ അനിൽകുമാറെ, ആ തെളിവുകൾ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ നിരത്തി വെക്കേ. നിങ്ങൾ പറയണ്ടേ? നിങ്ങൾ കുറെ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് ഈ രാജ്യത്തെ തകർക്കാൻ വേണ്ടിയിട്ട് സ്വർണ്ണക്കടത്ത് അടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്നു എന്ന. കേരളത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഇതിന് എവിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നടപടിയെടുക്കണ്ടേ? നിങ്ങൾ പറഞ്ഞ ഇതിന്റെ പേരിൽ നടപടിയെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്ന്. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഇത് മുഴുവൻ തള്ളിക്കൊണ്ട് പോയാൽ മതിയോ? ഈ രാജ്യത്തെ വിഘടിപ്പിക്കുന്ന ശക്തികൾക്ക് ആവശ്യമുള്ള വഴിമരുന്നിട്ട് കൊടുത്തുകൊണ്ട് തള്ളി തള്ളി കടന്നു പോയാൽ മതിയോ? എവിഡൻസ് വേണം. എവിഡൻസ് ഇല്ലാതെ പറയുമ്പോഴാണ് നമ്മൾ കേരള സ്റ്റോറീസ് പോലെ ഇനിയും ഒരുപാട് സ്റ്റോറീസ് വരും. അന്നും നിങ്ങൾ ഇതുപോലെ ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് സംഘപരിവാറിനെ തള്ളി പറയുന്നു എന്ന് തള്ളിയിട്ട് കാര്യമില്ല. അവർക്ക് ഇത്തരത്തിൽ തള്ളു നടത്താൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്നത് നിങ്ങളുടെ ഉന്നത നേതാക്കന്മാർ, പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള പിണറായി വിജയൻ നടത്തിയിട്ടുള്ള ഉത്തരവാദിത്ത വിരുദ്ധമായിട്ടുള്ള ഇത്തരം പ്രസ്താവനകളാണ് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം. ഒരു കാര്യം കൂടി പറയാം. ഇവിടെ അനിൽകുമാർ പറയുന്നുണ്ട് RSS ഉൾപ്പെടെയുള്ള വിഘടനവാദ സംഘടനകൾ ദുരൂഹമായ മാർഗത്തിലൂടെയാണ് പണം സമ്പാദിക്കുന്നത്. ഇത്തരം വിഘടനവാദ ശക്തികൾക്കെതിരെ അതിശക്തമായിട്ടുള്ള പോരാട്ടം ഞങ്ങൾ നടത്തുന്നു എന്ന്. എങ്കിൽ ഈ RSSന്റെ നേതാക്കന്മാരെ പോയി കണ്ട ADGP MR അജിത് കുമാറിന്റെ കാര്യത്തിൽ നിങ്ങളുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എന്താണ്? CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ ഔദ്യോഗിക പാർട്ടി നയം എന്താണ്? നിങ്ങളുടെ തീരുമാനം എന്താ? MR അജിത് കുമാർ, ADGP MR അജിത് കുമാർ RSS നേതാക്കന്മാരെ കണ്ടത് ശരിയോ തെറ്റോ? അങ്ങനെയാണെങ്കിൽ, തെറ്റാണെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം ഇപ്പോഴും ക്രമസമാധാന പാലന ചുമതലയുള്ള ADGP എന്ന പോർട്ട്ഫോളിയോയിൽ നിൽക്കുന്നു? മാറ്റേണ്ടതല്ലേ? CPM അതിനൊരു ഉത്തരവാദിത്വമല്ലേ? നിങ്ങൾ വെറുതെ ഞങ്ങൾ ന്യൂനപക്ഷത്തോടൊപ്പമാണ്, ഞങ്ങൾ എല്ലാവരുടെ ഒപ്പമാണെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, തെളിവ് വേണം. മറുപടി ലഭിക്കാനുള്ള കുറേ അധികം ചോദ്യങ്ങൾ ഞാൻ മടങ്ങി വരാം. അതിലേക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം ശ്രീ അനിൽകുമാർക്ക് രണ്ടാം ഘട്ടത്തിലേക്ക് വരാം. ഇവിടെ ദ ഹിന്ദു ദിനപത്രം ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രശ്നം തീരുന്നില്ല. ഈ ഒരു PR ഏജൻസി ആരാണെന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇവിടെ ഇന്നലെ മുഴുവൻ ഈ വിവാദ വാർത്ത കത്തുമ്പോൾ ഒരു പ്രതികരണവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല എന്ന് മാത്രമല്ല, വൈകിട്ട് അങ്ങേപ്പോലുള്ള ഔദ്യോഗിക വക്താക്കൾ വന്നിരുന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിന് തെളിവുണ്ട് എന്ന് പറയുകയായിരുന്നു. ഇന്ന് രാവിലെ മന്ത്രിമാരും അത് ആവർത്തിക്കുകയായിരുന്നു. അപ്പോൾ അതിനർത്ഥം ഒന്നുകിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയാണ് PM മനോജ്, അദ്ദേഹത്തിനൊരു ഫോൺ ചെയ്ത് ചോദിച്ചാൽ മതി, നിങ്ങൾക്ക് ഇത് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യമാണോ, ഇത് നമ്മുടെ നിലപാടാണോ, ക്ലാരിറ്റി വരുന്നത്. നിങ്ങൾക്ക് ആർക്കും അത് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, മന്ത്രിമാർക്ക് പോലും കഴിഞ്ഞില്ല. അപ്പോൾ പിന്നെ ഈ ഉച്ചയാകുമ്പോൾ വിശദീകരണം ചോദിച്ചുകൊണ്ട് ഹിന്ദുവിന് കത്തെഴുതുന്നത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ വീണെടുത്ത് കിടന്ന് ഉരുളലാണെന്നാണ് ആളുകൾക്ക് തോന്നുക. എന്ന് മാത്രമല്ല, ഇന്നലെയും ഇന്ന് ഉച്ചവരെയുമായി ഇതിനെ ന്യായീകരിച്ചുകൊണ്ടേയിരിക്കുക. അത് അങ്ങനെ പറഞ്ഞതാണ്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുക. ഇപ്പോൾ അങ്ങനെ ഒരു PR ഏജൻസിയെ കുറിച്ച് അറിയില്ല എന്ന് പറയുക. നശീകരണ മാധ്യമ പ്രവർത്തനമാണല്ലോ നടന്നത്. നശീകരണ മാധ്യമ പ്രവർത്തനമാണ് നടന്നത്. മുഖ്യമന്ത്രിയെ ടാണിഷ് ചെയ്യാൻ വേണ്ടിയാണ് അത് ചെയ്തത്. നിങ്ങൾ കേസ് എടുക്കുമോ ആ PR ഏജൻസിയെ കുറിച്ച്? മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്ന 2 പേരാരാണെന്ന് അന്വേഷിക്കും? അല്ല, ഇവിടെ ഒരു കാര്യത്തിൽ വ്യക്തത വരുത്താൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ, അതിൻ്റെ തലവനായിട്ടുള്ള മുഖ്യമന്ത്രി തെറ്റായൊരു കാര്യവും പറഞ്ഞിട്ടില്ല എന്നതിലാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് അദ്ദേഹം കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ പറഞ്ഞ ചില കണക്കുകളും അതുമായി ബന്ധപ്പെട്ട് പറയാത്ത വാചകങ്ങളും ഇന്നലത്തെ യാഥാർത്ഥ്യം ഇന്ന് യാഥാർത്ഥ്യമല്ലാതാവുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞ തെളിവുണ്ട് എന്ന് CPM വക്താക്കൾ പറയുന്നു, ഇന്ന് പറയുന്നു മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെയാണോ 24 മണിക്കൂറിനുള്ളിൽ ഒരു സത്യം നുണയാവുന്നത്? നിങ്ങൾക്ക് അത് പരിശോധിക്കാൻ കഴിയാത്ത എന്തുകൊണ്ടാണ്? ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, 2 തരത്തിലാണ് ഇത് വരാവുന്നത്. മുഖ്യമന്ത്രി അക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ തെളിവുണ്ടാവാതെ പറയുന്നൊരു മുഖ്യമന്ത്രി അല്ല. അത് ആ ഘട്ടത്തിൽ മുഖ്യമന്ത്രി പറയുന്ന അദ്ദേഹത്തിൻ്റെ അച്ചടിച്ച് വരുന്ന വാർത്തയിലെ ഓരോ വരിയും മുഖ്യമന്ത്രിയോട് ചോദിക്കേണ്ടതുണ്ടോ? അല്ല, പാർട്ടിക്ക് ഒരു നിലപാടുണ്ടാവുമല്ലോ ശ്രീ അനിൽകുമാർ. അങ്ങ് തന്നെ ഇപ്പൊ ആരെങ്കിലും കൺസൾട്ട് ചെയ്തിട്ടാണോ പറഞ്ഞത് ഞങ്ങൾക്ക് ആ നിലപാടില്ല? ഞങ്ങൾക്ക് ആ നിലപാട് അല്ല, അങ്ങനെയല്ലല്ലോ. ഇത് തീവ്രവാദ സംഘടനകൾ ഇത് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് തെളിവുണ്ട് എന്ന് ഇന്നലെ ന്യായീകരിക്കുക. ഇന്ന് അങ്ങ് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അങ്ങനെ ഇതില്ല എന്ന് പറയാം. ഇന്നലത്തെ സത്യം ഇന്ന് അസത്യമാവുന്നത് എങ്ങനെയാണ്? മുഖ്യമന്ത്രി എന്ത് പറഞ്ഞാലും ഒറ്റ നിമിഷം മുഖ്യമന്ത്രി ഭൂമി പരന്നതാണ് എന്ന് പറഞ്ഞാൽ, ഒരു നിമിഷം മുഖ്യമന്ത്രി ഭൂമി പരന്നതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ രാത്രി ഒന്ന് ചാനൽ ചർച്ചയിൽ അതിനെ ന്യായീകരിക്കുമോ? അല്ല, അങ്ങനെ മുഖ്യമന്ത്രി പരന്നതാണ് ഭൂമി എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി അല്ല എന്നുള്ളതാണ് ഇപ്പൊ വ്യക്തമായത്. അങ്ങനെയാണെങ്കിൽ കരിപ്പൂരിൽ കൊണ്ടുവരുന്ന ഹവാലയും സ്വർണവും തീവ്രവാദ പ്രവർത്തനത്തിൽ ഉപയോഗിക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞാൽ അങ്ങനെ മുഖ്യമന്ത്രി പറയാൻ സാധ്യതയില്ലല്ലോ
എന്നൊരു CPM കാരനോ മന്ത്രിമാർക്ക് പോലുമോ തോന്നാത്തത് എന്തുകൊണ്ടാണ്? അയ്യോ, അതെന്താ ഞങ്ങൾ ന്യായീകരിക്കുന്നത്? ഏതെങ്കിലും വിവരം സർക്കാരിന് കിട്ടിയാൽ ഞങ്ങൾ ഏതെങ്കിലും തീവ്രവാദ സംഘടന ന്യായീകരിക്കണോ? അതിന് സൗകര്യപ്പെടുകയില്ല. അങ്ങനെ വിവരം സർക്കാരിനുണ്ടോ എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സൗകര്യമില്ല. തീവ്രവാദ സംഘടന അതായത് മുഖ്യമന്ത്രി പറഞ്ഞു എന്നതിന്റെ പേരിൽ ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അതിനെയൊക്കെ നിങ്ങൾ ന്യായീകരിക്കും, ക്രോസ് ചെക്ക് ചെയ്യാതെ. നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യാതെ അതിനെ ന്യായീകരിക്കും. ഒരു വാക്കുകൊണ്ട് പോലും ഞങ്ങൾ അല്ലല്ല, മുഖ്യമന്ത്രിയുടെ പേരിൽ ആരെന്ത് പറഞ്ഞാൽ നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യാതെ ന്യായീകരിക്കും. അല്ല, ഇന്നലെ ഉണ്ടായത് അതല്ലേ അനിൽകുമാർ? അല്ലല്ല, അങ്ങനല്ല. നിങ്ങൾ ഞാൻ പറയുന്ന മറുപടി ആരും കേൾക്കരുത് നിർബന്ധമുണ്ട്. എനിക്ക് പറഞ്ഞോളൂ, നിങ്ങളുടെ ആണല്ലോ ചാനല്. അല്ല, പറയൂ അനിൽകുമാർ. ഞാൻ പറയുന്ന മറുപടി എന്താണ്? ഞാൻ പറഞ്ഞ മറുപടി ഇത്രേ ഉള്ളൂ. മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞാൽ ആ പറഞ്ഞതിന് അടിസ്ഥാനപരമായി വസ്തുതകൾ ഉണ്ടാവും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇന്നലെ മുഖ്യമന്ത്രി ഒരു കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ വെളിപ്പെടുത്തിയ അദ്ദേഹത്തിൻ്റെ ഭാഗം പത്രത്തിൽ വന്നത് വസ്തുതയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ രേഖയുണ്ടാവുമല്ലോ എന്നാണ് സ്വാഭാവികമായി നമ്മൾ ചിന്തിക്കുക. പറയുന്ന ഒരാൾ ചിന്തിക്കുക. ഞാനാണ് പറയുന്നതെങ്കിൽ ഞാനും അങ്ങനെയാണ് ചിന്തിക്കുക. പക്ഷേ മുഖ്യമന്ത്രി തന്നെ പറയാത്തൊരു കാര്യമാണെന്ന് ഹിന്ദു ദിനപത്രം തുറന്ന് സമ്മതിച്ചു കഴിഞ്ഞു. അപ്പോൾ പിന്നെ എന്താ സംഭവിക്കുക? തെറ്റായൊരു കാര്യം അതിനകത്ത് ചേർക്കപ്പെട്ടു. തെറ്റായ കാര്യം ചേർക്കപ്പെട്ടത് മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യമാണ്. അത് തിരുവനന്തപുരത്തെ പത്രസമ്മേളനത്തിന്റെ അനുബന്ധമായി അന്ന് പറഞ്ഞ കാര്യങ്ങളാണെന്ന് പറഞ്ഞ് ആരോ എഴുതി കൊടുത്തതാന്നുള്ള ആഖ്യാനം വന്നിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ മുഖ്യമന്ത്രിയുടെ PR ഏജൻസിയാണെന്ന് പത്രം പറയുന്നു. നിങ്ങൾക്ക് ആ PR ഏജൻസി അല്ല, ആ PR ഏജൻസി അങ്ങനെ ഒരാളില്ലെങ്കിൽ അത് അന്വേഷിക്കണ്ടേ? 2 പേർ മുഖ്യമന്ത്രിയോടൊപ്പം ഹിന്ദുവാണ് പറയുന്നത്. ഇത് വേറെ ഏതെങ്കിലും വലതുപക്ഷ മാധ്യമമല്ല, ഒരു ബൂർഷ്വാ പത്രമല്ല, മാപ്രകളല്ല പറയുന്നത്. ഇംഗ്ലീഷ് ദേശാഭിമാനി എന്ന് കളിയാക്കിയാണെങ്കിൽ ആൾക്കാർ വിളിക്കുന്ന ഒരു പത്രമാണ്. ദ ഹിന്ദു ആണ് പറയുന്നത്. മുഖ്യമന്ത്രിയോടൊപ്പം 2 പേരുണ്ടായിരുന്നു PR ഏജൻസി. നിങ്ങൾക്ക് അത് ആരാണെന്ന് അന്വേഷിക്കണ്ടേ? കേസെടുക്കണ്ടേ അവർക്കെതിരെ? അതെ, അത്തരം കാര്യങ്ങളെക്കുറിച്ച് പരിശോധിക്കാൻ സമയമുണ്ടല്ലോ. നമ്മളൊരു രാഷ്ട്രീയ പ്രശ്നത്തിൽ കൃത്യമായ നിലപാട് വന്നു കഴിഞ്ഞു. ആ രാഷ്ട്രീയ പ്രശ്നത്തിൽ വിമാനത്താവളത്തിലെ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടും അത് കേരള പോലീസ് പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടുമുള്ള തർക്കം അൻവർ ഉന്നയിച്ചപ്പോൾ അതിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞതിനപ്പുറത്തും ഇപ്പുറത്തും ഒരു കാര്യം അതിലില്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം. 2, മലപ്പുറവുമായി ബന്ധപ്പെട്ടോ അവിടുത്തെ ഏതെങ്കിലും സമുദായങ്ങളുമായി ബന്ധപ്പെട്ടോ ഒരു പരാമർശവും മുഖ്യമന്ത്രി നടത്തിയിട്ടില്ല. 3, ഈ വിഷയത്തിനകത്ത് മതത്തെ ഒരു ഘടകമായി ചേർത്തത് ആര് എന്ന ചോദ്യം വരികയാണ്. ആ ചോദ്യം വരുമ്പോൾ ഇവിടെ ഉയർന്നു വന്ന ചർച്ചയ്ക്കുള്ള മറുപടിയാണ് പറയുന്നത്. മതത്തെ ഘടകമായി ചേർത്തത് ഇടതുപക്ഷമല്ല, 5 നേരം നിസ്കരിക്കുന്ന ഒരാളായതുകൊണ്ടാണ് എന്നെ ഇക്കാര്യത്തിൽ തള്ളിപ്പറയുന്നത് എന്ന് ബഹുമാനപ്പെട്ട അൻവർ പറയുമ്പോൾ മതത്തെ ആരാ അതിൽ ചേർത്തത്? രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തിന് ചിരപരിചിതനായിട്ടുള്ള പാർട്ടിയുടെ മലപ്പുറം സെക്രട്ടറി RSSകാരനാണ് എന്ന് പറയുന്നതോടുകൂടി അദ്ദേഹം ഇത് നിലപാടിലേക്കാണ് പോകുന്നത്. ഈ മലപ്പുറം പാർട്ടി സെക്രട്ടറിയുടെ RSS നിലപാട് കൊണ്ട് എന്നെ മറ്റൊരു മതത്തിൻ്റെ ആളായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു എന്ന ആഖ്യാനം ഉണ്ടായപ്പോൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്ത് ഞങ്ങൾ നിലപാടില്ല. അവിടെയാണ് CPI ഉറച്ച് പറയുന്നത്. ഞങ്ങൾ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നത് ബഹുമാനപ്പെട്ട MLA എന്ന നിലയ്ക്ക് അൻവർ ഉന്നയിച്ച ഏതൊരു വിഷയവും ആ വിഷയത്തിനകത്ത് പരിശോധനകൾ ഉണ്ടായി. ശരി, ആ പരിശോധന പലവട്ടം വിശദീകരിച്ചാണ്. എന്റെ ക്വസ്റ്റൻ അതല്ല. മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം ഒരു പത്രത്തെ തെറ്റിദ്ധരിപ്പിച്ച, നിങ്ങൾ പറയുന്നു മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു PR ഏജൻസി ഇല്ല എന്ന്. മുഖ്യമന്ത്രി അതാണ് പറയുന്നത്. ഞങ്ങൾ PR ഏജൻസി ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അവരെ അഭിമുഖത്തിന് കൊണ്ടുവരിക. അഭിമുഖം നടക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് പോലും അറിയാത്ത 2 പേർ മുഖ്യമന്ത്രിയോടൊപ്പം നിൽക്കുക. മുഖ്യമന്ത്രി പറയാത്ത കാര്യം എഴുതി തയ്യാറാക്കി പത്രത്തിന് കൊടുത്ത് പ്രസിദ്ധീകരിക്കുക. അതിപ്പോൾ ഇത് നോർത്ത് ഇന്ത്യയിൽ പലയിടത്തും കിടന്ന് കറങ്ങുന്നുണ്ടാവും. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം ഇതിന് ഗുണഭോക്താവ് ആരാണെന്നും അനിൽകുമാറിനോട് ഞാൻ പറഞ്ഞു തരേണ്ടതല്ലോ. അങ്ങനെ ചെയ്ത ആ PR ഏജൻസിയെ കണ്ടെത്താനും അവർക്കെതിരെ കേസെടുക്കാനും ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ തയ്യാറാവുമോ? ഇതുവരെ PR ഏജൻസിയെ കുറിച്ചൊന്നും മിണ്ടിയിട്ടില്ല. ദി ഹിന്ദു ആ വിശദീകരണം നടത്തിയിട്ട് 6 മണിക്കൂറായി. അതെ, ആ കാര്യത്തിലടക്കം ഹിന്ദു ദിനപത്രം കൊണ്ടുവന്ന വിശദീകരണത്തിലടക്കം പരിശോധന ഉണ്ടാവുമല്ലോ. അങ്ങനെയാണല്ലോ സർക്കാർ പ്രവർത്തിക്കുക. അവിടെ ഇന്നത്തെ നിലയ്ക്ക് നമ്മൾ പല ആളുകളും ഈ ചർച്ചകളിലെല്ലാം വല്ലാണ്ട് അത്ഭുതപ്പെടുകയും വല്ലാണ്ട് കോലാഹലം ഉണ്ടാക്കുകയും എന്തോ സ്ഫോടനം നടന്നു എന്നപോലെ പ്രവർത്തിക്കുകയാണ്. ഈ കേരളത്തെക്കുറിച്ചോ കേരളത്തിലെ ഏതെങ്കിലും ഇത്തരം ഒരു കാര്യത്തെക്കുറിച്ചോ ഒന്നും പുതിയതായ കാര്യങ്ങളല്ല ഇത്തരം വാർത്തകളൊക്കെ വരുന്നത്. ഉദാഹരണമായിട്ട് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് മൊത്തം നടത്തിക്കൊണ്ടിരിക്കുന്ന ഖുർആൻ്റെ മറവിലാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഞെട്ടിയില്ലല്ലോ. ഇന്ന് കാണുന്ന കോലാഹലം കണ്ടില്ലല്ലോ. ഖുർആൻ്റെ മറവിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നെന്ന് ലീഗിൻ്റെ നേതാവ് KM ഷാജി കേരള നിയമസഭയെ പറഞ്ഞപ്പം അത് ഇന്ത്യ മുഴുവൻ കറങ്ങുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഷാജിക്കെതിരായിട്ട് മീഡിയ വണ്ണിൽ ഒരു വാർത്ത പറഞ്ഞോ?
ഞാൻ അജിംസിനോട് ചോദിക്കുകയാണ്. അല്ല, വെല്ലുവിളിക്കാൻ അനിൽകുമാർ, ഞാനില്ല. ഉത്തരേന്ത്യയിൽ കറങ്ങുന്ന ഖുർആന്റെ വാർത്തകളിൽ മറവിൽ ഏറ്റവും സ്വർണ്ണം പ്രധാനം കടത്തുന്നു ഏതാണെന്നറിയാമോ? കെ.എം. ഷാജി നിയമസഭയിൽ പറഞ്ഞത്. കെ എം ഷാജി അങ്ങനെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രധാനമായിട്ട് വിളിച്ചു. ഞാൻ പറയുന്നതിന് ഉത്തരം പറയൂ. ഞാൻ അതിനാണ് ചോദിക്കുന്നത്. നിങ്ങൾ പറയുന്നത് ഉത്തരേന്ത്യയിൽ കറങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ പറയുന്നത് നിങ്ങൾ പിടിച്ചില്ല. ഒരു നിമിഷം. അല്ല, അതിലേക്കാണ് ഞാൻ വരുന്നത്. ഉത്തരേന്ത്യയിൽ കറങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കേൾക്ക്. കേരളത്തിൽ ലവ് ജിഹാദ് നടക്കുന്നു എന്നതിനെ പിന്തുണയ്ക്കുന്ന VS അച്യുതാനന്ദന്റെ ഡയലോഗാണ് ഒന്ന്. ഏറ്റവും കൂടുതൽ അതിന്റെ പേരിൽ നിയമം വരെ ഉണ്ടായി, ലവ് ജിഹാദ് നിയമം. ഇന്നലെ ഈ ഹിന്ദുവിൽ വന്ന ഈ ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഈ ഇന്റർവ്യൂ ഇപ്പോൾ ഓൾറെഡി അത് കണ്ടന്റ് ക്രിയേഷൻ നടന്നു കഴിഞ്ഞു. ഇനി നിങ്ങളത് തള്ളി പറഞ്ഞത് ആരും അറിയാൻ പോകുന്നില്ല. ആ കണ്ടന്റ് ക്രിയേഷൻ നടന്നു കഴിഞ്ഞു. നിങ്ങൾക്ക് ആ PR ഏജൻസിയെ കുറിച്ച് അന്വേഷിക്കേണ്ട, അത് നമുക്ക് പരിശോധിക്കാൻ. നിങ്ങൾ അതിനെക്കുറിച്ച് ആകാംക്ഷയുമില്ല അനിൽകുമാർ. നിങ്ങൾക്ക് ഇപ്പോഴും ആ PR ഏജൻസി ആരാണ്? മുഖ്യമന്ത്രിയോടൊപ്പം ഇരുന്ന രണ്ടുപേരാണ്. നിങ്ങൾക്കൊരു ആകാംക്ഷയുമില്ല. ദേശദ്രോഹ പ്രവർത്തനം നടത്തുന്നത് RSS ആണെന്നാണ് ഞങ്ങളുടെ നിലപാട്. RSS ആണ് ദേശദ്രോഹ പ്രവർത്തനം നടത്താൻ സാധ്യതയുള്ളൊരു സംഘടന. അതിൻ്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നയതന്ത്ര ചാനലിലൂടെ കടത്ത് നടത്തുന്ന എത്രയോ ചാനലിൽ ഞാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിമാനത്താവളത്തിൽ സ്വർണം കടത്തി എന്ന് പറഞ്ഞ ഉടനെ അത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തെയോ ഒക്കെ കണ്ടന്റായിട്ട് പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഖുർആന്റെ മറവിൽ സ്വർണം കടത്തി എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാവാത്ത വേദന ഞാൻ പറയട്ടെ. നിങ്ങൾ ഈ ശബ്ദം കേൾപ്പിക്കരുത്. അല്ല, RSS നിങ്ങൾ ഈ ശബ്ദം കേൾപ്പിക്കരുത്. നിങ്ങൾ ഈ ശബ്ദം കേൾപ്പിക്കരുത്. പറയാനുള്ള അവസരമുണ്ട് അനിൽകുമാർ. ദേശദ്രോഹ പ്രവർത്തനം നടത്തുന്നു. RSS നടത്തിയ ഏതെങ്കിലും ദേശദ്രോഹ പ്രവർത്തനത്തിനെതിരെ ഒരു UAPA കേരളത്തിൽ ചാർത്തിയിട്ടുണ്ടോ പിണറായി വിജയൻ സർക്കാർ? അവിടെയാണ് ഞാൻ പറയുന്നത്, ഈ ശബ്ദം നിങ്ങൾ കേൾപ്പിക്കരുത്. ഞാൻ പറയുന്നത്, ഖുർആന്റെ മറവിൽ സ്വർണം കടത്തിയെന്ന് ഒരു മന്ത്രിയെക്കുറിച്ച് ഇന്ത്യ രാജ്യത്ത് ഒരു മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ MLA പറഞ്ഞു. ആ MLA പറഞ്ഞതിനെതിരായി നിങ്ങൾ ഒരു ദിവസം ഒരു ചർച്ച നടത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ മീഡിയവനോട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇത് ഉന്നയിച്ച ലീഗുകാരോടും കോൺഗ്രസ്സുകാരോടും ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾ ഒരു നടത്തിയിട്ടില്ല. നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. വേദപുസ്തകത്തെ ആരോപണം ഉന്നയിച്ച എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. മീഡിയ വൺ പറഞ്ഞിട്ടില്ല. KM ഷാജിയെ ചോദ്യം ചെയ്തിട്ടില്ല. KM ഷാജിക്കെതിരെ നിങ്ങളുടെ വാർത്തയില്ല. ഇന്ത്യ രാജ്യത്തെ ജനകോടികൾ ആരാധിക്കുന്ന ഒരു വേദഗ്രന്ഥത്തെ ഒരു സ്വർണ്ണക്കടത്തിന്റെ മറവിൽ അതിന് ഉപയോഗിച്ചു എന്ന് ഒരു മുസ്ലിം ലീഗിന്റെ MLA ഈ നാട് പറഞ്ഞപ്പോൾ ആരും ഞെട്ടിയില്ല. പിന്നെ പിണറായി വിജയന്റെ പേരിൽ ഖുറാനിൽ സ്വർണം കടത്തി എന്ന വാദം ഞാൻ ചോദിക്കട്ടെ അനിൽകുമാർ, ഖുറാനിൽ സ്വർണം കടത്തി എന്ന വാദം ഉത്തരേന്ത്യയിൽ വിദ്വേഷ കണ്ടന്റായി പ്രചരിച്ചോ? ഇല്ല. വിദ്വേഷ കണ്ടന്റായി പ്രചരിക്കുന്നത് VS അച്യുതാനന്ദന്റെ വാദമാണ്. വിദ്വേഷ കണ്ടന്റായി പ്രചരിക്കുന്നത് BJP മലപ്പുറം ജില്ലയെ കുറിച്ച് പ്രചരിപ്പിച്ചുകൊണ്ട് കാര്യമാണ്. ആന ചെരിഞ്ഞാൽ പാലക്കാട്ട് ആന ചെരിഞ്ഞാൽ അത് മലപ്പുറത്താണെന്ന് പ്രചരിപ്പിക്കുന്നു. ഓക്കെ, നിങ്ങൾ അതിൽ നടപടി എടുക്കണ്ട. ഈ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന യൂട്യൂബേഴ്സിന് തന്നെ നടപടി വേണ്ട. RSSകാർ കൊല്ലുന്ന സഖാക്കളെ കൊല്ലുന്നുണ്ടോ RSSകാർ? നിങ്ങൾ UAPA ചാർത്തിയിട്ടുണ്ടോ? ദേശദ്രോഹികളാണെന്ന് നിങ്ങൾ പറഞ്ഞത്. UAPA എടുത്തിട്ടുണ്ടോ? ഒരു കാര്യം വ്യക്തതയോടെ പറയാം. കേരളത്തിലെ സർക്കാർ കൊലപാതക കേസിൽ UAPA എടുക്കാറില്ല. അതേസമയം UAPA എടുക്കേണ്ട കേസുകളിൽ എടുക്കണോ വേണ്ടിയോ തീരുമാനിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് FIR എടുക്കുന്ന അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, നിങ്ങൾ അല്പം നിമിഷം മുമ്പാണ് പറഞ്ഞത് RSS ദേശദ്രോഹ പ്രവർത്തനമാണ് നടത്തുന്നത്. ദേശദ്രോഹ പ്രവർത്തനത്തിന് സംഘടന നടത്തുന്ന കൊലപാതകം ദേശദ്രോഹമല്ലേ? അതിൽ UAPA ഇടണ്ടേ? അതെന്താണ് ഒരു ഡബിൾ സ്റ്റാൻഡ്? ഞങ്ങൾക്കൊരു ഡബിൾ സ്റ്റാൻഡും ഇല്ല. ഇവിടെ നടത്തുന്ന കൊലപാതകങ്ങളെല്ലാം UAPA ചുമത്തേണ്ടതാണെന്നൊരു ധാരണ ഞങ്ങൾക്കില്ല. അങ്ങോട്ട് ധാരണയില്ല. ധാരണ ഉണ്ടാക്കണ്ട. ഒരു കാര്യം വ്യക്തതയുണ്ട്. VS അച്യുതാനന്ദൻ പറഞ്ഞ ഏതോ ഒരു കാര്യം ലോകം മുഴുവൻ കറങ്ങുന്നു. ഖുർആന്റെ മറവിൽ സ്വർണം കടത്തി എന്നുള്ളത് ആരും പറയത്തുമില്ല. അത് മീഡിയ വണ്ടെ രാഷ്ട്രീയമാണ്. ആര് പറയത്തില്ല? ഞങ്ങളത് ചർച്ച ചെയ്തതാണ്. നിങ്ങൾ എത്ര നിഷേധിച്ചാലും ഈ സ്വർണ്ണക്കടത്ത് വിഷയത്തില് ഈത്തപ്പഴത്തിനകത്ത് സ്വർണ്ണക്കടത്തും ഖുർആനകത്ത് സ്വർണ്ണക്കടത്തൊക്കെ ചർച്ച ചെയ്തതാണ്. അത് ആരോപണം ഉന്നയിക്കുന്നവരുടെ തെളിവ് ചോദിച്ചതാണ്. ആരോപണം ഉന്നയിക്കുന്നവരുടെ തെളിവ് അനിൽകുമാർ തന്നെ ഇരുന്നിട്ടുണ്ടാവുന്നേ. അനിൽകുമാർ തന്നെ ഇരുന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. അനിൽകുമാർ മറന്നുപോയതാണ്. ഷാജി വിശുദ്ധനാണ്. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ഷാജി വിശുദ്ധനാണെന്നോ ആരോപണം ഉന്നയിച്ചവരൊക്കെ നല്ലവരാണെന്നോ സ്വപ്ന സുരേഷ് നല്ലതാണെന്നോ ആരും പറഞ്ഞിട്ടില്ല. അനിൽകുമാർ
അനിൽകുമാർ ആരും പറഞ്ഞില്ല. എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, മുഖ്യമന്ത്രിയെ കുറിച്ച് വ്യാജ പ്രസ്താവന നടത്തിച്ച PR ഏജൻസിക്കെതിരെ കേസെടുക്കുമോ പിണറായി വിജയൻ? നിങ്ങൾ യൂട്യൂബിൽ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന യൂട്യൂബേഴ്സിനെതിരെ കേസെടുക്കണ്ട, നിങ്ങൾ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന RSSനെതിരെ കേസെടുക്കണ്ട. മുഖ്യമന്ത്രിയെ കുറിച്ച് വ്യാജം പറഞ്ഞ ആ PR ഏജൻസിക്കെതിരെ കേസെടുക്കുമോ പിണറായി വിജയൻ? വിദ്വേഷം പറഞ്ഞ ഒരു കേന്ദ്രമന്ത്രിക്കെതിരെ കേസെടുക്കാൻ തൻ്റെ ഇടം കാണിച്ച മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അതുകൊണ്ട് നിങ്ങളുടെ ആഖ്യാനം ഒന്നും ഇവിടെ ചെലവാകത്തില്ല. രാജീവ് ചന്ദ്രശേഖർ കേട്ടിട്ടുണ്ടോ? ഈ രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു നിമിഷം അനിൽകുമാർ, അങ്ങ് പറഞ്ഞ രാജീവ് ചന്ദ്രശേഖരന്റെ സ്ഥാപനത്തിലെ തൊഴിലാളിയാണ് ഈ കൈസൻ PR ഏജൻസിയുടെ. അങ്ങേക്കൊരു വിവരം പറഞ്ഞു തരികയാണ്, അനുവദിക്കുന്ന അങ്ങേക്കൊരു വിവരം പറഞ്ഞു തരികയാണ്, ഒരു വിവരം പറഞ്ഞു തരികയാണ്. രാജീവ് ചന്ദ്രശേഖരന്റെ സ്ഥാപനത്തിലെ തൊഴിലാളിയാണ് ഈ കൈസൻ എന്ന് പറയുന്ന PR ഏജൻസിയുടെ ദക്ഷിണേന്ത്യ ഹെഡ്. ഓക്കെ, നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചോണ്ടിരുന്നോ? ഞാൻ അതിന് ഉത്തരവില്ലായിരിക്കും. ചോദ്യം പറഞ്ഞതല്ല, ക്ഷുഭിതനാവല്ലേ പ്ലീസ്. സംയമനത്തോടെ ഞാൻ പറയുന്നത്. നിങ്ങൾ എന്നോട് ചോദിച്ചൊരു ചോദ്യം പറഞ്ഞോളൂ. നിങ്ങൾക്ക് സമയമൊന്നും ഇല്ലാത്തത് എനിക്കല്ല, നിങ്ങൾക്ക് സമയമൊന്നുമില്ല. നിങ്ങളൊരു ചോദ്യം ചോദിച്ചു, RSS അവരുടെ ഭാഗമായിട്ട് യൂട്യൂബേഴ്സ് എന്തെങ്കിലും ചെയ്ത് നടപടി എടുക്കുമോ? എൻ്റെ മറുപടി എന്താണ്? കേന്ദ്രമന്ത്രിയുടെ പേരിൽ നടപടി എടുക്കും. നിങ്ങൾ പരാതി കൊടുത്തിട്ട് നടപടി എടുക്കാത്തൊരു കേസുണ്ടെങ്കിൽ ഇന്ന് പറയൂ. അതാണ് അൻവർ പരാതി കൊടുത്തിട്ട് നടപടി എടുക്കാത്ത ഒരു യൂട്യൂബിന്റെ കാര്യമുണ്ട് നിങ്ങൾ പറയാം. അൻവറിനാണ് പരാതി. അൻവർ പലതും പറയുന്നത്, അൻവർക്ക് മറുപടി പറയാൻ ആരെങ്കിലും പോകുമോ? അൻവർ പലതും. അൻവറിന്റെ ചോദ്യമാണ് ഇത്ര ചോദ്യം. പിണറായി വിജയൻ സർക്കാർ കേസെടുത്തുവെന്ന് അങ്ങ് പറയുന്ന കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖരന്റെ ജൂപ്പിറ്റർ ക്യാപിറ്റൽസിലെ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലെ തൊഴിലാളിയാണ് ഇന്ന് മുഖ്യമന്ത്രിക്കെതിരെ വ്യാജ പ്രസ്താവന ചമച്ച പബ്ലിക് റിലേഷൻസ് PR ഏജൻസിയുടെ ദക്ഷിണേന്ത്യ ഹെഡ് രാജീവ് ചന്ദ്രശേഖരന്റെ എക്സ് എംപ്ലോയിയാണ്. എന്ന് മാത്രമല്ല അസൽ സംഖ്യയുമാണ്. എക്സ് എംപ്ലോയി എന്നൊക്കെ പറഞ്ഞാൽ എന്താപ്പാ? എക്സ് എംപ്ലോയി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ട് പോയ എക്സ് എംപ്ലോയിയാ. നിങ്ങൾ ഇങ്ങനെയൊക്കെ ആഖ്യാനം ഉണ്ടാക്കാൻ പോയാൽ ഒരു വിവരം പറഞ്ഞതാണ്, അത് ചോദ്യമല്ല, ഒരു വിവരമാണ്. നിങ്ങൾ കേസെടുക്കുമോ എന്നാണ് ഞാൻ നോക്കിയിരിക്കുന്നത്. PR ഏജൻസിക്കെതിരെ കേസെടുക്കുമോ? കൃത്രിമമായി പിണറായി വിജയനെതിരെ കൃത്രിമമായി പ്രസ്താവന ഉണ്ടാക്കി തെറ്റായ പ്രസ്താവന പ്ലാൻ ചെയ്ത PR ഏജൻസിക്കെതിരെ കേസെടുക്കുമോ എന്ന ചോദ്യത്തിന് കേസെടുക്കുമെന്ന് പറയാൻ അനിൽകുമാർ കഴിയുന്നില്ല. അവിടെയാണ് പറയുന്നത്, ഒരു കേസെടുക്കുക എടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ചോദ്യമല്ല, രാഷ്ട്രീയമായ മറുപടിയും പറ്റത്തില്ല. ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ്. തെറ്റായ കാര്യങ്ങൾക്ക് കേസെടുക്കലാണ് ഈ ഗവൺമെൻറ് നയം. അത് അൻവറിനോടും പറഞ്ഞിട്ടുണ്ട്. തെറ്റായി പ്രവർത്തിക്കുന്ന ആരോടും ഞങ്ങളുടെ നയം അത് തന്നെയാണ്. അവിടെ ഒരു കാര്യത്തിൽ വ്യക്തത വേണം. മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവനയുടെ വ്യാജമായ ഒരു ഭാഗം കൂട്ടിച്ചേർത്ത് അത് പ്രചരിപ്പിച്ചതോടുകൂടി ലോകം ഇടിഞ്ഞു വീണു, ആകാശം ഇടിഞ്ഞു വീണു എന്ന നിങ്ങളുടെ ഈ ഞെട്ടലിൽ ഒരു കാര്യമില്ല. ഖുറാൻ്റെ മറവിൽ കിടത്തുകയും ഈന്തപ്പഴത്തിൻ്റെ മറവിൽ കിടത്തുകയും അതുപോലെ ബിരിയാണി ചെമ്പിൻ്റെ മറവിൽ കിടത്തുകയും ഒക്കെ ചെയ്ത കള്ളക്കഥകൾ, ഷാർജ ഷെയ്ഖ് കൈക്കൂലി വാങ്ങിക്കുന്നവനാണെന്ന് പറയുന്ന കള്ളക്കഥകൾ ഇഷ്ടം പോലെ വിളമ്പിയ ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ രാജ്യത്തിരുന്നു കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് ആർജവത്തോടെ എല്ലാ വർഗീയ ശക്തികളെയും നേരിടുമ്പോൾ അസഹിഷ്ണുതയുള്ളവരൊക്കെ ഉണ്ട്. അവർ തൽക്കാലം ക്ഷമിക്കുക, എല്ലാ കാര്യങ്ങളും വസ്തുതകൾ പുറത്തു വരും. ആർജവത്തോടെ പറയാം, മാറാട് കടപ്പുറത്ത് വര വരച്ചപ്പോ വര കടന്നൊരു പിണറായി വിജയനായത്. ഒരു വരയിൽ നിൽക്കുന്ന പിണറായി വിജയനല്ല, ആ തന്റെ ഇടം പിണറായി വിജയനുണ്ട്. ആ പിണറായി വിജയനെ തെറ്റായി വായിക്കാൻ ആർക്കും ആവില്ല. ശരി, ശ്രീ ജിൻഡോ, പിണറായി വിജയൻ മാറാട് കടപ്പുറത്തെ വര കടന്നു പോയ ആളാണ്. അദ്ദേഹത്തെക്കുറിച്ച് ധാരാളം വിശേഷണങ്ങളുണ്ട്, നമ്മളത് കേട്ടതാണ്. കാരണഭൂതൻ പോലുമാണ് അദ്ദേഹം. അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന ആരാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ PR ഏജൻസി ആരാണെന്നൊരു ആശങ്ക CPM-നുണ്ട്. സർക്കാർ കേസെടുക്കണമെന്നാണ് ഞങ്ങളുടെ നിലപാട് എന്നാണ് അനിൽകുമാർ പറയുന്നത്. കേസെടുക്കുമെന്ന് ജിൻഡോ കരുതുന്നുണ്ട്. അജിംസെ, പണ്ട് ഒരുപാട് വരകൾ കടന്നിട്ടുള്ള ആളാണ് പിണറായി വിജയൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ കാരണഭൂതൻ പാട്ടൊക്കെ പാടി തിരുവാതിര കളിക്കുന്നത്. പക്ഷേ ഇന്ന് പിണറായി വിജയൻ കടക്കേണ്ട വര ഏതാണ്, കടക്കേണ്ടാത്ത വര ഏതാണെന്നൊക്കെ RSS തീരുമാനിക്കും. അവർ വരയ്ക്കുന്ന വരയ്ക്കകത്ത് നിന്നാണ് പിണറായി വിജയൻ ഭരിക്കുന്നതെന്ന് ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള പിണറായി വിജയന്റെയും ആ പാർട്ടിയുടെയും നിലപാടുകൾ എന്ന് വ്യക്തമാണ്. കാരണം ആ പാർട്ടിയിലോ ആ മുന്നണിയിലോ CPI-ക്കോ RJD-ക്കോ ആ മുന്നണിയുടെ നേതാക്കന്മാർക്കോ ഇല്ലാത്ത വില RSSന്റെ നേതാക്കന്മാർക്കും ADGP MR അജിത് കുമാറിനും
ഉണ്ട് എന്നുള്ളത് വ്യക്തമാകുന്നതല്ലേ ഈ ചർച്ചയിലടക്കം അനിൽകുമാർ സ്വീകരിക്കുന്ന നിലപാടുകൾ? അദ്ദേഹത്തോട് അജിംസ എത്ര വട്ടം ചോദിച്ചു, മുഖ്യമന്ത്രി പറയാത്ത വാചകങ്ങൾ മുഖ്യമന്ത്രിയുടേത് എന്ന രീതിയിൽ ഹിന്ദു പത്രത്തിന് എഴുതി നൽകിയ PR ഏജൻസിക്ക്, അങ്ങനെ ഒരു ഏജൻസി ഇല്ല എന്നാണ് ഇവർ പറയുന്നത്, അങ്ങനെ ഇല്ലാത്തൊരു ഏജൻസി വ്യാജമായിട്ട് അങ്ങനെ ഒരു കുറിപ്പടി കൊടുത്തിട്ടുണ്ടെങ്കിൽ കേസെടുക്കുമോ എന്ന് ചോദിച്ചിട്ട് എത്ര വട്ടമാണ് അനിൽകുമാർ ഒഴിഞ്ഞു മാറിയത്? താങ്കൾ സ്വയം അവകാശപ്പെട്ടത് താങ്കൾ ഒരു വക്കീലാണ്, കോടതിയിൽ പോകുമ്പോൾ പോലീസുകാർ ഇത്തരത്തിൽ കുറെ കഥയൊക്കെ മെനയും അതിന് സമാനമായിട്ടുള്ള കഥകളാണെന്നുള്ളതൊക്കെയാണ് താങ്കളുടെ ആദ്യ ഘട്ടത്തിൽ പറഞ്ഞത്. അങ്ങനെയുള്ള കഥയല്ല നമ്മൾക്ക് കേൾക്കേണ്ടത്. ഈ ചർച്ച കഴിയുമ്പോൾ ദയവായി താങ്കൾ നമ്മുടെ ഈ ചർച്ച താങ്കൾ ഒന്ന് കേട്ടു നോക്കണം. താങ്കളുടെ വാദം എത്രത്തോളം ദുർബലമാണെന്ന് താങ്കൾക്ക് തന്നെ ബോധ്യപ്പെടുന്നതാണ്. പിന്നെ അജിംസെ, ഇവർക്ക് കേസെടുക്കാൻ പറ്റില്ല. കാരണം പിണറായി വിജയൻ നാവ് വാടകയ്ക്ക് എടുത്താണ് സംസാരിച്ചത്. അൻവറിനോട് പറഞ്ഞത് നാവ് വാടകയ്ക്ക് എടുത്ത് സംസാരിക്കുന്ന ഒന്നാ. പിണറായി വിജയനെ വിമർശിക്കുന്ന മുഴുവൻ പേരെയും അദ്ദേഹം അഡ്രസ് ചെയ്യുന്നത് ആ വാചകം ഉപയോഗിച്ചുകൊണ്ടാണ്. പക്ഷെ പിണറായി വിജയൻ RSSന്റെ നാവ് വാടകയ്ക്ക് എടുത്താണ് ഈ പ്രസ്താവന കൊടുത്തതെന്ന് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാണല്ലോ. അല്ലെങ്കിൽ ഇവർ കേസെടുക്കണം, ആ PR ഏജൻസിക്കെതിരെ കേസെടുക്കണം. തെറ്റായ വാർത്ത പിണറായി വിജയൻ പറയാത്തത് എല്ലാവരും എഴുതി കൊടുത്തത് പിണറായി വിജയന്റെ പേരിൽ പ്രസിദ്ധീകരിച്ച ഹിന്ദു പത്രത്തിനെതിരെയും കേസെടുക്കണം. കാരണം പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ക്രെഡിബിലിറ്റി ഇല്ല, അത് കേരള മുഖ്യമന്ത്രിയുടെ ക്രെഡിബിലിറ്റി സംരക്ഷിക്കേണ്ടത് ഈ സംസ്ഥാനത്തിന്റെ തെക്കേന്ത്യൻ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് മാതൃകയാകുന്ന രീതിയിൽ വർഗീയതയുടെ വലിയ കരാള ഹസ്തങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ സംസ്ഥാനം തലയുയർത്തി നിൽക്കുന്ന മതേതരത്വം, മതനിരപേക്ഷത എന്നുള്ള ഒറ്റ വാക്കുകൊണ്ടാണ് ആ പച്ചത്തുരുത്തിനെ ഇത്രത്തോളം മോശമാക്കുന്ന പ്രസ്താവന കൊടുത്ത പത്രത്തിനും PR ഏജൻസിക്കുമെതിരെ കേസെടുക്കാനുള്ള ആർജവം നിങ്ങളുടെ ഈ ബ്രണ്ണൻ കോളേജിലെ കടാരകൾക്കെതിരെ കടന്നു വന്ന പിണറായി വിജയൻ ഉണ്ടോ എന്നുള്ളതാണ് എന്റെ ഡയറക്റ്റ് ചോദ്യം. രണ്ടാമത്തെ, താങ്കൾ പറഞ്ഞത് കേരളത്തിൽ പിണറായി വിജയൻ സർക്കാർ UAPA ചുമത്താറില്ലത്രേ. അലനും താഹയ്ക്കുമെതിരെ എന്തിനാ UAPA എടുത്തത്? ഒന്നാം പിണറായി സർക്കാരാണ് ഈ രാജ്യത്തെ കൊലപാതക കേസിൽ UAPA എടുക്കില്ല എന്നാണ് പറഞ്ഞത്. ശ്രദ്ധിക്കണം, കൊലപാതക കേസിൽ ചായ കുടിക്കാൻ പോയാൽ UAPA എടുക്കാം. അല്ല, അതങ്ങനെ തന്നെയാണ്. ചായ കുടിക്കാൻ പോയാൽ UAPA എടുക്കാം, ആരെങ്കിലും ഏതെങ്കിലും പുസ്തകം വായിച്ചാൽ UAPA എടുക്കാം, ആരെങ്കിലും എവിടെയെങ്കിലും നേരത്തെ പ്രസിദ്ധീകരിച്ച് ലഘുലേഖകൾ കൊടുത്ത് യോഗം ചേർന്നാൽ അതിന്റെ പേരിൽ UAPA എടുക്കാം. പക്ഷെ ആ കേസിലെ പ്രതികളെയൊക്കെ സുപ്രീം കോടതി ജാമ്യം കൊടുക്കുകയോ സുപ്രീം കോടതി വെറുതെ വിടുമ്പോഴും ആ കേസുകൾ ഉണ്ട് എന്ന് ഇന്നലത്തെ ചർച്ചയിൽ, ഇതേപോലത്തെ ചർച്ചയിൽ LDFന്റെ പ്രതിനിധി വാദിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളതാണ് എന്റെ കാതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവരുടെ വാദത്തെ ഒന്നും നമ്മൾ അംഗീകരിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ UAPA എടുക്കില്ല, പക്ഷേ ഈ കേസിൽ UAPA എടുക്കാമല്ലോ. കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേരിൽ വ്യാജമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്ത ആ സംഘപരിവാർ ഏജൻസി, ആ PR ഏജൻസിക്കെതിരെ UAPA കേസെടുക്കണ്ടേ? ഈ സംസ്ഥാനത്തെ ആളുകളിൽ വർഗീയ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ? ഈ രാജ്യത്തെ മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വലിയ സങ്കടമുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു വാർത്ത പ്രസിദ്ധീകരിക്കാൻ താല്പര്യം കാണിച്ച ആ ഏജൻസിക്കെതിരെ UAPA പ്രകാരം ഒരു കേസെടുക്കാവുന്ന വകുപ്പില്ലേ അനിൽകുമാർ? ഞാനൊരു വക്കീലല്ല, താങ്കൾ ഒരു വക്കീലാണല്ലോ, അത് പരിശോധിക്കാവുന്നല്ലേ? ഇനി രണ്ടാമത്തത്, താങ്കൾ പറയുന്നത് ഈ പിണറായി വിജയൻ കള്ളം പറയില്ല, പിണറായി വിജയൻ പറയുന്നതൊക്കെ ഞങ്ങൾക്ക് വേദവാക്യമാണെന്നാ. പിണറായി വിജയൻ കള്ളം പറയില്ല എന്നുള്ളതൊക്കെ നമുക്ക് ഈ ദിവസങ്ങൾ വ്യക്തമായല്ലോ. പിണറായി വിജയന്റെ ഓരോ പ്രസ്താവനയിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ക്യാപ്റ്റൻ നന്നായി കള്ളം പറയുന്നതാണെന്ന് ഈ PR ഏജൻസിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നപ്പോഴൊക്കെ നമുക്ക് മനസ്സിലായി. എനിക്ക് ചോദിക്കാനുള്ളത്, ഇത്തരം PR ഏജൻസികളാണ് മുഖ്യമന്ത്രിയുടെ വാർത്ത കൊടുക്കുന്നതെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പരിപാടി എന്താ? പ്രസ് സെക്രട്ടറിയുടെ പരിപാടി എന്താ? ഈ 12 ഉപദേശകരുടെ പരിപാടി എന്താ? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി അടക്കമുള്ള ആളുകൾ RSSന്റെ പിണിയാളുകളാണെന്ന്. RSSന് വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത്. അൻവറും അത് തന്നെയല്ലേ പറഞ്ഞേ? അൻവർ ഉയർത്തിയ ഏതെങ്കിലും ഒരു ചോദ്യത്തിന്, അദ്ദേഹം പാർട്ടിക്കാരനായിരുന്നല്ലോ, പാർട്ടിയുടെ വേണ്ടപ്പെട്ട ആളായിരുന്നല്ലോ, നിങ്ങളുടെ പാർലമെന്ററി പാർട്ടിയിലെ അംഗമായിരുന്നല്ലോ, അദ്ദേഹം ഉയർത്തിയ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് വസ്തുതാപരമായിട്ട് മറുപടി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ? അതിന് അനിൽകുമാർ പറഞ്ഞ മറുപടി, അൻവർ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് ആരും മറുപടി കൊടുക്കുന്നു? അൻവർ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തു, പിണറായി വിജയൻ മറുപടി കൊടുത്തു, 21-ാം ദിവസം MV ഗോവിന്ദൻ മറുപടി കൊടുത്തു, TP രാമകൃഷ്ണൻ മറുപടി കൊടുത്തു, നിങ്ങളുടെ ജില്ലാ സെക്രട്ടറി മറുപടി കൊടുത്തു, വിജയരാഘവൻ എന്ന് പറഞ്ഞ പോളിറ്റ് ബ്യൂറോ മെമ്പർ മറുപടി കൊടുത്തു. ഒരേ ഒരു അൻവർ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് ഇത്രയും പേര് മറുപടി കൊടുത്തിട്ടും കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ആ മറുപടി തൃപ്തികരമല്ല എന്നുള്ളത് നിങ്ങൾക്കും അറിയാമല്ലോ. കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പ്രതിപക്ഷ നേതാവും ആനി രാജ എന്ന് പറഞ്ഞ നിങ്ങളുടെ മുന്നണിയിലെ നേതാവും അടക്കമുള്ള നിരവധി ആളുകൾ കാലങ്ങളായി ഉയർത്തിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നിങ്ങൾക്ക് ഇതേവരെ സാധിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾ പറയുന്നത് ഈ പരിശോധന, അതായത് ഹിന്ദു പത്രവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പരിശോധന ഉണ്ടാകുമെന്ന്. ഞാൻ ചോദിക്കുന്നത്, ഈ ഓപ്പറേഷൻ സക്സസ് പക്ഷേ രോഗി തട്ടിപ്പോയി എന്ന് പറയുന്ന പോലെയാണ്. നിങ്ങൾ പരിശോധിക്കുമെന്ന് എന്നാ പരിശോധിക്കുന്നത്? ഇന്നലെ വന്ന വാർത്തയ്ക്ക് 30 മണിക്കൂറിന് ശേഷം ക്ലാരിഫിക്കേഷൻ ചോദിച്ചു. നിങ്ങൾ ഈ 30 മണിക്കൂറിനുള്ളിൽ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുഴുവൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയിൽ സ്വർണ്ണക്കടത്ത് നടത്തുന്ന തീവ്രവാദ പ്രവർത്തനത്തിനാണെന്ന് പറഞ്ഞെന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഓടിക്കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ക്ലാരിഫിക്കേഷനുമായി പോയി. നിങ്ങൾ ഹിന്ദു പത്രത്തിനോട് വിശദീകരണം ചോദിക്കുമെന്ന്. ആ വിശദീകരണം ചോദിക്കുമ്പോഴത്തേനും ഈ
സംഗതി ഓടേണ്ടടുത്തൊക്കെ ഓടും. നിങ്ങൾ ഈ സത്യാനന്തര കാലത്തെ പത്രപ്രവർത്തനത്തെ കുറിച്ച് ക്ലാസ് എടുക്കുന്ന ആളുകളല്ലേ, നിങ്ങൾക്ക് ഞങ്ങൾ പഠിപ്പിച്ചു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എം സാർ അതിനോട് ചോദിച്ചാൽ അദ്ദേഹം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. അപ്പോൾ ഈ പണിയൊക്കെ നടത്തി രോഗി മരിച്ചു എന്ന് പറയുന്ന രീതിയിലുള്ള ആ വിശദീകരണ കുറിപ്പ് കൊണ്ട് ഞങ്ങൾ തൃപ്തരല്ല. പിന്നെ താങ്കൾ ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ദേശദ്രോഹികളാണ് RSSകാർ. എൻ്റെ ആദ്യത്തെ ചോദ്യവും ഇപ്പോഴത്തെ ചോദ്യവും വീണ്ടും ചോദിക്കുന്നു, ദേശദ്രോഹികളെന്ന് അനിൽകുമാർ അടക്കം പറയുന്ന RSSന്റെ നേതാക്കന്മാരെ കണ്ട ADGP MR അജിത് കുമാർ ആ സ്ഥാനത്ത് തുടരുന്നതിൽ താങ്കൾക്കൊരു നാണവും ഉളുപ്പുമില്ലേ? താങ്കളുടെ പാർട്ടിയല്ലേ ഈ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത്? ഈ നിമിഷം വരെ അക്കാര്യത്തിൽ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഇറക്കാൻ, ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് പറയാൻ താങ്കൾക്ക് സാധിച്ചിട്ടുണ്ടോ? എന്നിട്ടും പറയാണ് നിങ്ങൾ RSS ദേശദ്രോഹികളാണെന്ന്. RSS ഒരു പ്രധാനപ്പെട്ട സംഘടനയാണെന്നല്ലേ നിങ്ങളുടെ സ്പീക്കർ AM ഷംസീർ പറഞ്ഞത്? അതിനെ തിരുത്താൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? ശരി അനിൽകുമാർ, നമുക്ക് സമയം തീർന്നു. എന്താണ് പറയാൻ വന്നത്? ഒന്ന്, അൻവർ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി ഉണ്ട്. എന്താ മറുപടി? അൻവറോട് എഴുതി കൊടുക്കാനാണ് പറഞ്ഞത്. എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അന്വേഷിക്കാമെന്നാണ് പറഞ്ഞത്. അൻവറിനോട് തൻ്റെ ഇടത്തോടെ നേരിടാനാണ് പാർട്ടി തീരുമാനിച്ചത്. അതുകൊണ്ട് അൻവറുടെ ഒരു ചോദ്യത്തിന് ഉത്തരവില്ലാതില്ല. പക്ഷെ അൻവർക്ക് ചോദ്യം ഇല്ല എന്നുള്ളതാണ്. അൻവർക്ക് അവിടെ കള്ളക്കടത്തിന്റെ ദേശദ്രോഹികളായ RSSനെ കണ്ട MR അജിത് കുമാർ ADGP സ്ഥാനത്തിരിക്കുന്നു. അതാണ് അൻവറിന്റെ ചോദ്യം. അതിന് മറുപടി ഉണ്ടോ? കൃത്യമായ ഉത്തരം പറയാം. ഒന്ന്, മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി കേട്ടിട്ടില്ലേ? രാജീവ് ഗാന്ധി അദ്ദേഹം RSSന്റെ ദേവരശുമായി ചർച്ച നടത്തി. എന്തിനാ? 84 തെരഞ്ഞെടുപ്പിന്റെ വില ഓർക്കുന്നുണ്ടോ? പറയണോ? അതുപോലെ ബഹുമാനപ്പെട്ട AK ആന്റണി RSSകാരോട് ചർച്ച നടത്തി. അതുകൊണ്ട് അജിത് കുമാറിനാവാമെന്നാണോ? എന്നിട്ട് കുഞ്ഞാലിക്കുട്ടി അതുകൊണ്ട് അജിത് കുമാറിനാവാമെന്നാണോ? അജിത് കുമാർ എന്ന് ഞാൻ പറഞ്ഞില്ലോ. ഞാൻ പറയാത്ത കാര്യം പറയണം. അൻവറിന്റെ മറുപടി കിട്ടാത്ത ചോദ്യമാണ് എന്തുകൊണ്ട് അജിത് കുമാർ ഇത്രയും ദിവസമായി ആ പൊസിഷനിൽ തുടരുന്നു. ആ ചോദ്യത്തിന് മറുപടിയില്ല. RSSുമായി ചർച്ച നടത്തി കുഞ്ഞാലിക്കുട്ടി മാറാട് കടപ്പുറത്ത് കയറേണ്ടതില്ല എന്ന് തീരുമാനിച്ച് AK ആന്റണിയെ പോലെ ചർച്ച നടത്താൻ പോകുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകാർ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഒരു ADGPയും ചർച്ചയ്ക്ക് പോയിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഒരാളും ചർച്ചയ്ക്ക് പോകേണ്ട. അയാൾ എന്തിനാ പോയതെന്ന് ചോദിച്ചിട്ട് അയാളൊന്ന് മാറ്റി നിർത്തി അന്വേഷിക്കാൻ പറ്റുമോ? ഒരു വിജിലൻസ് അന്വേഷണമുണ്ട്. ഒരു നിമിഷം അനിൽകുമാർ, ഒരു വിജിലൻസ് അന്വേഷണമുണ്ട്. അയാൾ ആ പൊസിഷൻ തന്നെ ഇരുന്നുകൊണ്ടാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി, ഒരു നിമിഷം അനിൽകുമാർ, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു IPS ഉദ്യോഗസ്ഥൻ ഏത് പൊസിഷനിൽ ഇരുന്നാണോ ആരോപണം നേരിട്ടത് ആ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് അന്വേഷണം നേരിടുകയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണ് MR അജിത് കുമാറിന് മാത്രം ലഭിക്കുന്ന പ്രിവിലേജ്. അല്ലല്ല, DGP ആയിട്ടിരുന്ന DGP സെൻകുമാറിന്റെ ഇവരെല്ലാം കൂടെ വാദിച്ച് ഓർക്കുന്നില്ലേ? ചെന്നിത്തല ആരുടെ കൂടിയായിരുന്നു? സെൻകുമാറിന്റെ കൂടിയായിരുന്നു. എന്റെ ചോദ്യം അതല്ല. ഒരു പൊസിഷനിലിരിക്കെ ഉണ്ടായ ആരോപണത്തിൽ കേസെടുക്കപ്പെട്ട ഒരാൾ അതേ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് അന്വേഷണം നേരിടുന്ന കേരളത്തിന്റെ ആദ്യത്തെ സംഭവമാണ്. MR അജിത് കുമാർ വിജിലൻസ് അന്വേഷണം നേരിടുന്നു ആ പൊസിഷനിൽ ഇരുന്നുകൊണ്ട്. അന്വേഷിക്കാൻ തീരുമാനിച്ചാൽ അന്വേഷണ ഫലം വരണം. അല്ല, കേരളത്തിൽ ആദ്യമായി ഒരു IPS ഉദ്യോഗസ്ഥൻ ഒരു പൊസിഷനിൽ നിന്ന് നേരിട്ട ആരോപണത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹം ആ പൊസിഷനിൽ തന്നെ തുടരുന്ന കേരള ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ് MR അജിത് കുമാർ. മറ്റൊരു ഉദാഹരണം ഉണ്ടെങ്കിൽ പറയാൻ അനിൽകുമാർ, ഞാൻ മാപ്പ് പറയാം. ഒരിക്കലുമില്ല. ഞാനൊരു കാര്യം പറയാം. CPMന്റെ നിലപാട്, ഗവൺമെൻറ് നിലപാട് വ്യക്തമാണ്. ഒരാളെക്കുറിച്ച് ആക്ഷേപം ഉയർന്നു വന്നാൽ നിയമാനുസരണം ചോദിക്കണം. ഇക്കാര്യത്തിൽ ADGPക്കെതിരെ 4 അന്വേഷണം വന്നിരിക്കുകയാണ്. അതിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുമ്പോൾ കിട്ടുന്ന അനുസരിച്ച് മാറ്റലായിരിക്കില്ല നടപടി. എന്താണോ അതിന്റെ ഭാഗമായി വരേണ്ടത് അത് വരും. അതെങ്ങനെയാണ് അജിത് കുമാറിന് മാത്രം പ്രിവിലേജ് കിട്ടുന്നത്? അജിത് കുമാറിന് മാത്രം പ്രിവിലേജ് കിട്ടുന്നത് എങ്ങനെയാണ് അനിൽകുമാർ? RSSകാരനെ കണ്ട ADGPക്ക് മാത്രം ആ പ്രിവിലേജ് കിട്ടുന്നത് എങ്ങനെയാണ്? പിണറായി വിജയൻ ആ പ്രിവിലേജ് അജിത് കുമാറിന് മാത്രം നൽകുന്നത് എന്തുകൊണ്ടാണ്? ആ ചോദ്യത്തിന് നിങ്ങൾ മറുപടിയില്ല. അൻവർ ആ ചോദ്യം ചോദിച്ചത്, നിങ്ങൾ എല്ലാ മറുപടിയും പറഞ്ഞു എന്ന് പറഞ്ഞ ചോദ്യമാണിത്. മറുപടി കുറവൊന്നുമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വേര് പറിച്ചിങ്ങനെ നോക്കുക, ചെടി വളർന്നോ? ഞങ്ങളുടെ നിലപാടതാണ്. ആ നിലപാട് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി അന്വേഷണ ഫലം വരട്ടെ.
വരുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കാണാമല്ലോ. അനിൽകുമാറിനോട് ഒരൊറ്റ ചോദ്യമുള്ളൂ. 4 അന്വേഷണങ്ങളെ ഒരേ സമയം നേരിടുന്ന എം.ആർ. അജിത് കുമാർ എങ്ങനെ അതേ ചുമതലയിൽ ഇപ്പോഴും തുടരുന്നു? സുജിത് ദാസിനെ നിങ്ങൾ സസ്പെൻഡ് ചെയ്തു, മലപ്പുറത്തെ SP-യും DYSP-യും പക്ഷേ എല്ലാ ചോദ്യത്തിനും ഞങ്ങൾ മറുപടി പറഞ്ഞു കളഞ്ഞ് എന്നൊന്നും പറഞ്ഞു കളയരുത് പ്ലീസ്. കാരണം പല ചോദ്യങ്ങൾക്കും ഇപ്പോഴും അൺആൻസേർഡ് ആണ് അനിൽകുമാർ, അൺആൻസേർഡ് ആണ്, മറുപടി ലഭിച്ചിട്ടില്ല. വളരെ നന്ദി ശ്രീ അനിൽകുമാർ. ശ്രീ ജിൻഡോ, ഇത്രയും